Dear friends, good afternoon. അനധിസാധാരണമായ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ തന്നെ സ്വന്തം CDE ചെയർമാൻ ഡോക്ടർ നൂറുൽ ഇസ്ലാം നമ്മുടെ മെമ്പേഴ്സിന് വേണ്ടി, ഇന്റർനാഷണൽ മെമ്പേഴ്സിന് വേണ്ടിയൊക്കെ ഒരു CDE എടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ക്ലിനിക്കൽ ടിപ്സ് ഫോർ ഇലക്ട്രോണിക് അഫക്റ്റീവ് ലൊക്കേറ്റർ എന്ന ആണ് അദ്ദേഹത്തിന്റെ CDയുടെ ഹെഡിങ്. ഈ അവസരത്തിൽ എല്ലാ മെമ്പർമാരെയും ഈ ഒരു CDയിലേക്ക് ഐഡിയ കൊണ്ടോട്ടിക്ക് വേണ്ടി സ്വന്തം പേരിലും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട ഫാക്കൽറ്റിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ള ദൗത്യം കൂടി എന്നിൽ നിക്ഷിപ്തമാണ്. 1986 കൊണ്ടോട്ടിക്കടുത്ത് വെള്ളുവമ്പ്രം എന്ന പ്രശാന്തസുന്ദരമായ ഗ്രാമത്തിൽ മഞ്ചേരിത്തൊടി മുഹമ്മദിന്റെയും കുന്നത്തൊടി ആയിഷയുടെയും 6 മക്കളിൽ മൂന്നാമതായി പൂജാതനായ ശ്രീ നൂറുൽ ഇസ്ലാം 10ാം ക്ലാസ് വരെ കൊട്ടുക്കര PPM ഹൈസ്കൂളിലും 12ാം ക്ലാസ് മൊറയൂർ KHSലും പഠിച്ചതിന് ശേഷം റോയൽ ഡെന്റൽ കോളേജ് ചാലുശ്ശേരിയിൽ BDS 2011 പാസ്സാവുകയും 2012 നവംബറിൽ ഔസൻസി കഴിഞ്ഞ ഉടനെ 1 മാസത്തെ ഇടവേള കൊണ്ട് സ്വന്തമായിട്ട് ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്ത് 2012 മുതൽ എടവണ്ണപ്പാറയിൽ ക്ലിനിക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈവറ്റ് പ്രാക്ടീസിൽ സ്വന്തമായി ഒരു ദിശ തന്നെ സൃഷ്ടിച്ച ഒരു പ്രഗത്ഭനായ ക്ലിനിഷ്യനാണ് ഡോക്ടർ നൂറുൽ ഇസ്ലാം. നമ്മുടെ പ്രദേശത്ത് റബ്ബർ ഡാം ഐസൊലേഷനിൽ പ്രത്യേക പ്രാവീണ്യം നേടി അതിന്റെ പ്രചാരണത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമർത്ഥനായ ഡോക്ടറാണ് ഡോക്ടർ നൂറുൽ ഇസ്ലാം. അദ്ദേഹത്തിന്റെ കഴിവുകളെ നമ്മൾ കൂടുതൽ അറിയാനിരിക്കുന്നതേയുള്ളൂ. അദ്ദേഹത്തിന്റെ ബ്രൈറ്റ് ആയിട്ടുള്ള കരിയറിന് എല്ലാവിധ ആശംസകളും നേരുന്നതോടൊപ്പം ഇന്നത്തെ നമ്മുടെ ഈ CDയിലേക്ക് അദ്ദേഹത്തെ ക്ഷണിക്കുകയും നിങ്ങളെല്ലാവർക്കും നല്ല ഒരു CDE ഒരു വെബിനാർ ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ ബഹുമാന പുരസ്സരം സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഫാക്കൽറ്റി ഡോക്ടർ നൂറുൽ ഇസ്ലാമിനെ. താങ്ക് യു ആൾ. Okay, let us start. Rashid Doctor, let us start. Okay. Start. Good afternoon all. Today topic for our webinar, clinical tips for electronics apex locator. ഈ ഒരു ടോപ്പിക് സെലക്ട് ചെയ്യുമ്പോൾ ആദ്യം പറയാനുള്ളത്, ഇത് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് ജനറൽ പ്രാക്ടീഷണേഴ്സിനാണ്. MDS ഒക്കെ കഴിഞ്ഞ് എൻഡോ കഴിഞ്ഞവരുണ്ടാവും, അവരെ ഉദ്ദേശിച്ചിട്ടല്ല. കാരണം പല ആൾക്കാരും ചോദിക്കാറുണ്ട് എങ്ങനെയാണ് അപ്പെക്സ് ലൊക്കേറ്റർ വെച്ചിട്ട് കറക്റ്റ് റീഡിങ് എപ്പോഴും കിട്ടുന്നത്, പലപ്പോഴും റീഡിങ് കറക്റ്റായി കിട്ടുന്നില്ലല്ലോ എന്നുള്ള ഒരു പ്രശ്നം പലരും ചോദിക്കാറുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഐഡിയ കൊണ്ടോട്ടിന്ന് തന്നെ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ടോപ്പിക് ഐഡിയ കൊണ്ടോട്ടിയുടെ മെമ്പേഴ്സിന്റെ ഇടയിൽ ഒരു വെബിനാർ ആയിട്ട് പ്രസന്റ് ചെയ്യണമെന്ന് തീരുമാനിക്കുകയും ആ വെബിനാറുമായി നിങ്ങളുടെ മുന്നിലോട്ട് ഇന്ന് വന്നിട്ടുള്ളത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. Definition for an electronics apex locator. An electronic apex locator is an electric device used in endodontics to determine the position of apical foramen and its location and thus determine the length of root canal space. So, apex locator determine position of apical foramen. That is our point. Determine the position of apical foramen. Let us say something about its start. Cluster in 1918 put forward this idea. Electric current using electric current we can detect root canal apex എന്നുള്ള ഐഡിയ ഫസ്റ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തത് 1980s cluster ആണ്. Then in 1942 Suzuki discovered in dog that the electrical resistance between root canal instrument
inserted into a root canal and an electrode applied to oral mucosa registered constant value, that is approximately 6.5 kilo ohm. According to Vajrabhaya and Tepnongol, root ZX has 100% accuracy using vital and non-vital pulp. According to Shabang et al., newer apex locator has 96.2% accurate. Parts of an apex locator. Apex locator has a control unit, cord, tester, lip clip, file holder, touch probe, or measuring file. Look at this picture. You can see here lip hook. This is cord or measuring wire. This is file clip where the file is attached. This is tester to check the any complaint of the unit, main unit. Then measuring file, then control unit. Mechanism of action of electronic apex locator. Basically, electronic apex locator work for the conduction of electricity based on the electric conduction of the electricity. Look at this picture. This control unit generates an electric current which passes through this wire and reaches the file clip and reaches the file, and when the file touches the periodontal ligament, the current passes through this connective tissue and reaches this lip clip through then to control unit. Thus the circuit completed, and that is the mechanism of electronic apex locator. Once again, mechanism is ഈ ഒരു കൺട്രോൾ യൂണിറ്റ് കറണ്ട് ഉൽപ്പാദിപ്പിച്ച് ആ കറണ്ട് ഈ മെഷറിംഗ് ഫയലിലൂടെ പാസ് ചെയ്ത് റൂട്ട് കനാലിന്റെ ഉള്ളിൽ വെച്ചിട്ടുള്ള കെ ഫയലിലെത്തി ആ കെ ഫയൽ പെരിയോഡോണ്ടൽ ലിഗമെന്റിൽ ടച്ച് ചെയ്യുമ്പോഴേ സർക്യൂട്ട് കംപ്ലീറ്റ് ആവുള്ളൂ. ആ സർക്യൂട്ട് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ആ കറണ്ട് എന്ത് ചെയ്യും? കണക്റ്റീവ് ടിഷ്യൂലൂടെ ലിപ് ക്ലിപ്പിലൂടെ തിരിച്ച് കൺട്രോൾ യൂണിറ്റിലോട്ട് പാസ് ചെയ്യും. അതാണ് ഇതിന്റെ ബേസിക് മെക്കാനിസം. Based on the different type of electronic apex locators വന്നിട്ടുണ്ട് മാർക്കറ്റിൽ. അതിൽ ഫസ്റ്റ് വന്നത് 1970s യൂസ് ചെയ്ത് തുടങ്ങിയ സാധനമാണ് ലോ ഫ്രീക്വൻസി ഓഡിബിൾ സൗണ്ട് യൂസ് ചെയ്തിട്ടായിരുന്നു. അതിന് എക്സാമ്പിൾ ആണ് സോണോ എക്സ്പ്ലോറർ. പിന്നെ വന്നു റെസിസ്റ്റൻസ് ടൈപ്പ് ഓഫ് ഇലക്ട്രോണിക് അപ്പെക്സ് ലൊക്കേറ്റർ 1970s തന്നെ വന്നു. അതിന് എക്സാമ്പിൾ ആണ് നിയോസോണ ടൈപ്പ് ഓഫ് ഇലക്ട്രോണിക് അപ്പെക്സ് ലൊക്കേറ്റർ. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാല് opposition of body to direct current, that is DC ക്ക് എതിരെയുള്ള DC കറണ്ടിനെതിരെയുള്ള ഒപ്പോസിഷൻ, ബോഡിന്റെ ഒപ്പോസിഷൻ ആണ് റെസിസ്റ്റൻസ്. ഇംപിഡൻസ് AC കറണ്ടിനെതിരെയുള്ള റെസിസ്റ്റൻസ് ആണെങ്കിൽ അതിന് ഇംപിഡൻസ് എന്ന് പറയും. ഇംപിഡൻസ് ടൈപ്പിന് എക്സാമ്പിൾ ആണ് എൻഡോകാറ്റർ. ദെൻ ഫ്രീക്വൻസി ഡിപ്പെൻഡന്റ് രണ്ട് ടൈപ്പ് വന്നിട്ടുണ്ട്. ഇംപിഡൻസ് ഡിഫറൻസ് ബിറ്റ്വീൻ ടു ഫ്രീക്വൻസീസ് ആൻഡ് ഇംപിഡൻസ് റേഷ്യോ ഓഫ് ടു ഫ്രീക്വൻസീസ്. റൂട്ട് ZX യൂസ് ചെയ്തിട്ടുള്ളത് ഇംപിഡൻസ് റേഷ്യോ ഓഫ് ടു ഫ്രീക്വൻസീസ് എന്നുള്ള കൺസെപ്റ്റ് ആണ്. ദെൻ ഇംപിഡൻസ് കോഷ്യൻ പ്രിൻസിപ്പിൾ അതിന്റെ അടിസ്ഥാനത്തിൽ വന്നതാണ് റൂട്ട് ZX2. സ്ക്വയർ റൂട്ട് ഡ്യുവൽ ഫ്രീക്വൻസി ഇംപിഡൻസ് അതിന് എക്സാമ്പിൾ പ്രോപെക്സ് PC. മൾട്ടിപ്പിൾ ഫ്രീക്വൻസി ബേസ് ചെയ്തിട്ടുള്ളതാണ് വുഡ്പെക്കർ. ഈ ഒരു തിയറി പാർട്ടിലോട്ട് ഞാൻ കൂടുതലായിട്ട് പോകുന്നില്ല. ഈ ഒരു ജസ്റ്റ് ഒരു സ്ലൈഡ് ഇവിടെ പ്രസന്റ് ചെയ്തു എന്നേ ഉള്ളൂ. കാരണം ഇതൊരു ഫിസിക്സ് ആണ്. പുറമെ നമ്മളെല്ലാവരും ഫിസിക്സിൽ ഭയങ്കര മുൻപന്തിയിലാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലോട്ട് നീങ്ങാം. കോൺട്രാ ഇൻഡിക്കേഷൻ ഓഫ് അപ്പെക്സ് ലൊക്കേറ്റർ. കാർഡിയാക് പേഷ്യന്റ് വിത്ത് കാർഡിയാക് പേസ് മേക്കർ ആണ് അബ്സല്യൂട്ട് കോൺട്രാ ഇൻഡിക്കേഷൻ എന്ന് പറയുന്നുണ്ടെങ്കിലും ചില പഠനങ്ങൾ, ചില ഓതേഴ്സ് പറയുന്നത് കാർഡിയാക് പേസ് മേക്കർ ഉള്ള പേഷ്യന്റിലും വേണമെങ്കിൽ നമുക്ക് അപ്പെക്സ് ലൊക്കേറ്റർ യൂസ് ചെയ്യാം. ബട്ട് സേഫ് യൂസ് ചെയ്യാതിരിക്കൽ തന്നെയാണ്. യൂസ് ചെയ്യാതൊക്കെയാണ് അതിന്റെ സേഫ്. ദിസ് ഈസ് മൈ main topic of today's discussion. Helpful tip for accurate reading. Okay. My first tip here.
apex locator should use with charge above 50%, better full charge. ഈ ഒരു പോയിന്റ് നമ്മൾ എപ്പോഴും നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് ആണ്. നമുക്കറിയാം, നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു ടോർച്ച് അതിലുള്ള പവർ കുറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ എഫിഷ്യൻസി കുറയും. എപ്പോഴും ഒരു ടോർച്ച് പോലും നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിന്റെ ഫുൾ എഫിഷ്യൻസി നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൽ ഫുൾ ചാർജ് യൂസ് ചെയ്യാണ് ഏറ്റവും നല്ലത്. സെയിം അപ്ലിക്കബിൾ ടു അവർ ലൈറ്റ് ക്യൂർ. ഫോർ ലൈറ്റ് ക്യൂർ ഓൾസോ യൂസ് ഇൻ ഫുൾ ചാർജ്, ബെറ്റർ ഫുൾ ചാർജ്, മിനിമം എബോ 50% മാൻഡേറ്ററി ആണ്. അങ്ങനെ യൂസ് ചെയ്താൽ മാത്രമേ അതിന്റെ ആക്യുറസി കിട്ടുള്ളൂ. അപ്പോ ഒന്നരാടമെങ്കിലും അതല്ലെങ്കിൽ ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും ക്ലിനിക്കൽ അപ്പെക്സ് ലൊക്കേറ്റർ റീചാർജ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ ലൈറ്റ് ക്യൂറും റീചാർജ് ചെയ്യുക. ഓക്കെ, ദിസ് ഇസ് മൈ ഫസ്റ്റ് ടിപ്പ്. Then second one, look at this. Isolation is very much important. Why? Look at this X-ray. ഈ എക്സ്റേയിൽ നോക്കുമ്പോൾ ഇത്രയും വലിയ ഡീകെ ആവുമ്പോൾ ഈ ഡീകെയിലോട്ട് ജിഞ്ചൈവൽ ക്ലവിക്കുലാർ ഫ്ലോയിഡും സലൈവയും കയറി വരാൻ സാധ്യത ഉണ്ട് നമ്മൾ അപ്പെക്സ് ലൊക്കേറ്റർ യൂസ് ചെയ്യുമ്പോൾ. ഓക്കെ, അങ്ങനെയുള്ള അതിന്റെ ക്ലിനിക്കൽ പിക്ചർ ആണിത്. അങ്ങനെയുള്ള ഒരു കേസ് നമ്മൾ ചെയ്യുമ്പോൾ സലൈവയും ക്ലവിക്കുലാർ ഫ്ലോയിഡും ഇതിന്റെ ഉള്ളിലോട്ട് കയറി വന്നാൽ നമ്മൾ ഫയൽ യൂസ് ചെയ്യുമ്പോൾ സർക്യൂട്ട് ബൈപ്പാസിങ് നടക്കും. ഇവിടെ വെച്ച് തന്നെ സർക്യൂട്ട് കംപ്ലീറ്റ് ആവും. അങ്ങനെ ഇവിടെ നമ്മൾ ഫയൽ ഇൻസേർട്ട് ചെയ്യുമ്പോഴത്തേന് റീഡിങ് ഫുൾ കാണിക്കും. അങ്ങനെ വരാതിരിക്കണേ ചെയ്യേണ്ടത് ഒന്ന് റബ്ബർ ഡാം ഐസൊലേഷൻ. ഇറ്റ് ഈസ് ദ ഗോൾഡ് സ്റ്റാൻഡേർഡ് ഫോർ ഐസൊലേഷൻ. അറ്റ്ലീസ്റ്റ് ഇഫ് യു ഡോണ്ട് യൂസ് റബ്ബർ ഡാം, യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും സെക്കൻഡ് സ്റ്റെപ്പ് പ്രീ എൻഡോ ബിൽഡപ്പ്. പ്രീ എൻഡോ ബിൽഡപ്പ് എന്ന് പറഞ്ഞാൽ ഈ സൈഡിൽ വാളില്ല, ഈ മിസ്സിംഗ് വാള് RCT ചെയ്യുന്നതിന് മുമ്പായിട്ട് ബിൽഡ് ചെയ്യുക. ബിൽഡ് ചെയ്തിട്ട് ആക്സോപ്പൺ കഴിഞ്ഞിട്ടായാലും പ്രശ്നമില്ല, ബിൽഡ് ചെയ്തതിന് ശേഷം മാത്രമേ വർക്കിംഗ് ലെങ്ത് അപ്പെക്സ് ലൊക്കേറ്റർ യൂസ് ചെയ്ത് എടുക്കാൻ പാടുള്ളൂ. ആൾസോ മെറ്റാലിക് ഫില്ലിംഗ് എന്തുണ്ടെങ്കിൽ അത് നമ്മൾ റിമൂവ് ചെയ്യാം. റിമൂവ് മെറ്റാലിക് ഫില്ലിംഗ്. മെറ്റാലിക് ഫില്ലിംഗ് ആൾസോ ബൈപാസസ് ദ ഇലക്ട്രിക് കറന്റ്. സോ ബൈപാസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പെക്സ് ലൊക്കേറ്റർ കറക്റ്റ് റീഡിംഗ് തരൂല. സെക്കൻഡ് പോയിന്റ്, isolation is important part for using apex locator. My third point, നമ്മൾ RCT ക്രൗണിലൂടെയാണ് ചെയ്യുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ ഒരു കറണ്ട് നമ്മുടെ കെ ഫയൽ ക്രൗണിലെ മെറ്റൽ പാർട്ടിൽ തട്ടുമ്പോൾ കറണ്ട് ബൈപ്പാസിങ്ങിന് സാധ്യത ഉണ്ട്. അങ്ങനെയുള്ള കേസ് നമ്മൾ ചെയ്യുമ്പോൾ ലുക്ക് അറ്റ് ദിസ് പിക്ചർ. ടെഫ്ലോൺ ടാപ്പ് നമുക്ക് ഇങ്ങനെ ഫയലിൽ ചിറ്റിയിട്ട് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ വൈറ്റാപെക്സിന്റെ ടിപ്പ് കട്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ ഫയലിനുള്ളിലോട്ട് ഫിറ്റ് ചെയ്തതിനു ശേഷം യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ ഈ ടിപ്പ് നമുക്കറിയാം, ഈ ഡ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്ന ഇതിന്റെ ടിപ്പ് കട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാം. അതുപോലെ പെന്നിന്റെ റീഫില്ല് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് ഫയലിൽ കുടുക്കിയിട്ട് നമുക്ക് ഈ ഒരു ഐസൊലേഷൻ ചെയ്യാൻ പറ്റും. ഇപ്പൊ ക്രൗണിൽ കൂടെ ചെയ്യുമ്പോൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു സ്റ്റെപ്പാണത്. ഇതിൽ ഏതെങ്കിലും ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ കറണ്ട് ബൈപ്പാസിങ് നമുക്ക് ഒഴിവാക്കാം, കറക്റ്റ് റീഡിംഗ് കിട്ടും. ഓക്കെ, ഗോയിങ് ടു നെക്സ്റ്റ് ഫോർത്ത് ടിപ്പ്. വെൻ വി യൂസിങ് അപ്പെക്സ് ലൊക്കേറ്റർ, canal not too dry or not flooded with irrigant. So എപ്പോൾ നമ്മൾ അപ്പെക്സ് ലൊക്കേറ്റർ യൂസ് ചെയ്യുകയാണെങ്കിലും ചെയ്യുന്ന സമയത്തെല്ലാം പൾപ്പ് ചേംബർ മസ്റ്റ് ബി ഡ്രൈ, ബട്ട് canal can be wet. Okay, pulp chamber must be dry, canal can be wet. There should be no shared fluid between canal in case of multi-rooted tooth. ഒരു ലോവർ മൊളാറിന്റെ മീസിയോ ലിംഗ്വൽ ഡിസ്റ്റൽ കനാൽ, ഈ 3 കനാലിന്റെ ഇടയിലൂടെയും ഒരിക്കലും ഫ്ലൂയിഡ് കോണ്ടാക്ട് ഉണ്ടാവാൻ പാടില്ല. അപ്പോഴും കനാലുകൾ തമ്മിൽ ബൈപ്പാസിങ്, കറണ്ടിന്റെ ബൈപ്പാസിങ് നടക്കും. സോ ഇത് അവോയ്ഡ് ചെയ്യാൻ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു മാർഗമാണ് യൂസ് എ സിറിഞ്ച് ഫോർ ആസ്പിരേഷൻ ഓഫ് ഫ്ലൂയിഡ് ഫ്രം ദ ചേംബർ. ഒരു സിറിഞ്ച് ഉപയോഗിച്ച് കനാൽ ഓറിഫൈസിന്റെ കനാലിലോട്ട് ഇറക്കരുത്, കനാലിന്റെ ഓറിഫൈസിൽ വെച്ചിട്ട് മെല്ലെ വലിച്ചെടുക്കാം. ഉള്ളിലോട്ട് ഇറക്കി കഴിഞ്ഞാൽ കനാൽ ഡ്രൈ ആവും. കനാൽ ഡ്രൈ ആവാൻ പാടില്ല, അതുകൊണ്ട് ഓറിഫൈസിൽ വെച്ച് വലിച്ചെടുക്കാം. അതല്ലെങ്കിൽ കോട്ടന്റെ പെല്ലറ്റ് യൂസർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഒപ്പിയെടുക്കാം. ദാറ്റ് ഈസ് ഡ്രൈ വിത്ത് കോട്ടൺ പെല്ലറ്റ് യൂസിങ് ടീസർ. കനാൽ ഒരിക്കലും ഡു നോട്ട് യൂസ് പേപ്പർ ഫോർ ഡ്രൈയിങ്. പേപ്പർ പോയിന്റ് യൂസ് ചെയ്ത് കനാൽ ഡ്രൈ ചെയ്യരുത്. ഓവർ ഡ്രൈയിങ് cannot give you
കറക്റ്റ് റിസൾട്ട്. അത് എന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ ലാസ്റ്റ് വരുന്നുണ്ട്, അവിടെ പറയാം. അങ്ങനെ ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ കുറച്ച് EDTA പേസ്റ്റ് എടുത്ത് കെ ഫയലിന്റെ ടിപ്പിൽ പേസ്റ്റ് തേച്ചതിന് ശേഷം അത് കനാലിലോട്ട് യൂസ് ചെയ്താൽ കറക്റ്റ് റീഡിങ് കിട്ടും. ഓക്കെ, കനാൽ നോട്ട് ടു ഡ്രൈ ആവാനും പാടില്ല, ചേംബറിൽ ഇറിഗന്റ് ഉണ്ടാകാനും പാടില്ല. ഓക്കെ, കനാലിന്റെ ഉള്ളിൽ ജസ്റ്റ് വെറ്റായിരിക്കണം. പാർട്ടിസിപ്പൻസ് ആരെങ്കിലും മ്യൂട്ട് ചെയ്യാണ്ടെങ്കിൽ മ്യൂട്ട് ചെയ്യണം കേട്ടോ. ആരെങ്കിലും അൺമ്യൂട്ട് ഉണ്ടോ? നെക്സ്റ്റ് ടിപ്പ്, ഫയൽ നോട്ട് ടു ടൈറ്റ് ഓർ നോട്ട് ടു ലൂസ് ഇൻ കനാൽ. നമ്മൾ കനാലിൽ യൂസ് ചെയ്യുമ്പോൾ ഒരിക്കലും നല്ല ടൈറ്റോ നല്ല ലൂസോ ആവാൻ പാടില്ല. ഒരു സ്നഗ്ഗി ഫിറ്റ്, ദാറ്റ് ഈസ് ദ സ്നഗ്ഗി ഫിറ്റ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. അപ്പൊ നമ്മൾ അതിനൊരു ഉദാഹരണം പറയുകയാണ്, നമ്മളിപ്പോ ലോവർ മോളാറിലെ മീസിയൽ കനാല് നാരോ കനാലാണ്, ഡിസ്റ്റൽ കനാല് വൈഡ് കനാലാണ്. അപ്പൊ നമ്മൾ ലോവർ മോളാറിൽ മീസിയോ ബക്കലും മീസിയോ ലിംഗലും യൂസ് ചെയ്ത ഫയൽ വെച്ച് വർക്കിംഗ് ലെങ്ത് എടുത്താൽ ചിലപ്പോ ഡിസ്റ്റൽ കനാലിൽ വർക്കിംഗ് ലെങ്ത് കിട്ടിക്കോളുന്നില്ല, കറക്റ്റ് ആയിക്കോളുന്നില്ല. അതിന് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഫോർ എക്സാമ്പിൾ, മീസിയൽ കനാലിൽ നമ്മൾ 10 സൈസ് കെ ഫയലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഡിസ്റ്റൽ കനാലിൽ 15 or 20 കെ ഫയൽ വേണ്ടി വരും ചിലപ്പോൾ വർക്കിംഗ് ലെങ്ത് കറക്റ്റ് കിട്ടാൻ. കാരണം അത് എപ്പിക്കൽ ഫൊറാമിനിൽ ജസ്റ്റ് സ്നഗ്ഗി ഫിറ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ അപ്പർ മൊളാറിന്റെ പലറ്റൽ കനാലിൽ വൈഡ് ആയിരിക്കും, മീസിയോ ബക്കലും ഡിസ്റ്റോ ബക്കലും നാരോ ആയിരിക്കും. അപ്പൊ നാരോ കനാലിൽ യൂസ് ചെയ്യുന്ന ഫയല് ഉപയോഗിച്ച് വൈഡ് കനാലിൽ വർക്കിംഗ് ലെങ്ത് ആക്യുറേറ്റ് ആയിട്ട് അപ്പെക്സ് ലൊക്കേറ്റർ റീഡ് ചെയ്ത് കൊള്ളണം എന്നില്ല. അപ്പൊ ഡിഫറെന്റ് സൈസ് ഫയൽ യൂസ് ചെയ്യായിരിക്കും അങ്ങനത്തെ കണ്ടീഷനിൽ നല്ലത്. ട്രൈ ടു ഗെറ്റ് ഫ്യൂ സെക്കൻഡ് സ്റ്റെബിലിറ്റി ഫോർ റീഡിങ്, അപ്രോക്സിമേറ്റ്ലി 5 സെക്കൻഡ്. നമ്മൾ അപ്പെക്സ് ലൊക്കേറ്റർ യൂസ് ചെയ്ത് അതിന്റെ റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ, റീഡിങ് കിട്ടിയാൽ ആ റീഡിങ് ഒരു 5 സെക്കൻഡ് എങ്കിലും സ്റ്റേബിൾ ആണോ നോക്കുക. ആ സ്റ്റെബിലിറ്റി എത്തിയതിനു ശേഷം മാത്രമേ അത് വർക്കിംഗ് ലെങ്ത് ആയിട്ട് നമ്മൾ പരിഗണിക്കാൻ പാടൂ. Then next, canal should be patterned. ഒരു പാറ്റന്റ് ആയിട്ടുള്ള കനാലിൽ മാത്രമേ അപ്പെക്സ് ലൊക്കേറ്റർ റീഡിങ് തരുകയുള്ളൂ. ഓക്കെ, എന്താണ് പാറ്റൻസ്? നമ്മൾ ഫയൽ പാസ് ബിയോണ്ട് ദ അപ്പെക്സ് 0.5 to 1 mm. അപ്പെക്സിന്റെ ബിയോണ്ട് ഫയൽ പാസ് ആണ്. ലുക്ക് അറ്റ് ദിസ്, 0.5 to 1 mm. ദാറ്റ് ഈസ് കോൾഡ് പാറ്റൻസി ഫയലിംഗ്. ഓക്കെ, ഫയൽ പാസ് ബിയോണ്ട് ദ വർക്കിംഗ് ലെങ്ത് എടുക്കുമ്പോൾ ഫയൽ ബിയോണ്ട് പാസ് ചെയ്യുക. എപ്പോൾ അപ്പെക്സ് ലൊക്കേറ്ററിൽ എന്ത് ചെയ്യും? ആ സമയത്ത് ഓവർ എന്നുള്ള റീഡിങ് കാണിക്കും. അവിടുന്ന് നമ്മൾ ഫയല് വിഡ്രോ ചെയ്തിട്ടായിരിക്കണം ആക്യുറേറ്റ് വർക്കിംഗ് ലെങ്ത് എടുക്കേണ്ടത്. സോ വാട്ട് ഈസ് വർക്കിംഗ് ലെങ്ത്? അക്കോർഡിംഗ് ടു അമേരിക്കൻ അസോസിയേഷൻ ഓഫ് എൻഡോഡോണ്ടിക്സ്, working length is defined as the distance from a coronal reference point to the point at which the canal preparation and filling should terminate. കനാലിന്റെ പ്രിപ്പറേഷൻ ആൻഡ് ഒബ്ചുറേഷൻ ടെർമിനേറ്റ് ചെയ്യേണ്ട പോയിന്റ് അത് വരെയുള്ള റെഫറൻസ് പോയിന്റ്, കൊറോണൽ റെഫറൻസ് പോയിന്റ് എന്നുള്ള ലെങ്ത് ആണ് വർക്കിംഗ് ലെങ്ത്. എവിടെയാണ് നമ്മുടെ പ്രിപ്പറേഷൻ ആൻഡ് ഒബ്ചുറേഷൻ ടെർമിനേറ്റ് ചെയ്യേണ്ടത്? ദാറ്റ് ഈസ് ദ മൈനർ ഡയമീറ്റർ ഓർ എപ്പിക്കൽ കൺസ്ട്രക്ഷൻ is the place where the instrumentation and obturation should terminate. Minor foramen ആയിരിക്കണം നമ്മുടെ എപ്പിക്കൽ പോയിന്റ്. Okay, what is minor foramen? Look at this picture. മൈനർ, ഈ ഒന്നാമത്തെ മാർക്ക് ചെയ്ത ഒന്നാണ് മൈനർ foramen. Look at this. എന്താണ് മൈനർ foramen? It is the smallest diameter of root canal space ആണ് മൈനർ foramen. Okay, ഈ റൂട്ട് കനാലിന്റെ ഏറ്റവും, ഇതിന്റെ ആരോ ഇവിടെ, ഓക്കെ, ഈ ഒരു റൂട്ട് കനാലിന്റെ ഏറ്റവും മൈനർ ആയിട്ടുള്ള ഡയമീറ്റർ ആയിട്ടുള്ള സ്പേസ് ആണ് മൈനർ ഡയമീറ്റർ എന്ന് പറയുന്നത്. ആരോ ഓക്കെ, മേലെ പോയതാണ്. മൈനർ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു കനാലിന്റെ ഏറ്റവും നാരോസ്റ്റ് പോർഷൻ ആണ്. While the major foramen ആണ് ഏറ്റവും widest point. Then third point, look at that is the cemento-dentinal junction. Cemento-dentinal junction ചിലപ്പോൾ മൈനർ കൺസ്ട്രക്ഷൻ ആയിട്ട് കോയിൻസൈഡ് ചെയ്ത് വരാതിരിക്കാം. ബട്ട് നമ്മുടെ പോയിന്റ് എന്താണ്? മൈനർ foramen. Then the line 4 and 5 joining point are radiographic apex.
അതായത് നമ്മൾ റേഡിയോഗ്രാഫ് ലുക്ക് അറ്റ് ദിസ് നെക്സ്റ്റ് പിക്ചർ ഹിയർ. റേഡിയോഗ്രാഫ്, ഈ ഒരു പല്ലിന്റെ റേഡിയോഗ്രാഫി നമ്മൾ എടുക്കുകയാണെങ്കിൽ അപ്പെക്സ് ഇവിടെയാണ് കാണിക്കുക, ഈ ഒരു പോയിന്റ്. ബട്ട് ഫയൽ കണ്ടോ, ഈ ഒരു ലാറ്ററൽ എക്സിറ്റ് ആണ് ഈ ഫയലിനുള്ളത്. അപ്പൊ ശരിക്കും ഇതിന്റെ മൈനർ കൺസ്ട്രക്ഷൻ ഇവിടെയാണ് വരിക. അപ്പൊ വർക്കിംഗ് ലെങ്ത് ഈ ലെവലിൽ വരെ വർക്കിംഗ് ലെങ്ത് വരുള്ളൂ. ബട്ട് റേഡിയോഗ്രാഫിക് അപ്പെക്സ് ഇതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ അപ്പെക്സ് ലൊക്കേറ്റർ ആയിട്ട് കമ്പയർ ചെയ്ത് പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട പോയിന്റ് 1 ആണ് നമ്മളെ ഇമ്പോർട്ടന്റ് പോയിന്റ്. 1ഉം 2. 1 മൈനർ ഫൊറാമൻ, 2 മേജർ ഫൊറാമൻ. മൈനർ ഫൊറാമൻ എന്ന് പറഞ്ഞാൽ സ്മോളസ്റ്റ് ഡയമീറ്റർ ഓഫ് ദ റൂട്ട് കനാൽ സ്പേസ്. അവിടെയാണ് നമ്മളെ റൂട്ട് കനാൽ പ്രിപ്പറേഷൻ ആൻഡ് ഫില്ലിംഗ് ഷുഡ് ടെർമിനേറ്റ്. ദാറ്റ് ഈസ് അവർ എയിം. Where to stop preparation? It is a very much controversial subject. എവിടെ നമ്മൾ പ്രിപ്പറേഷൻ ടെർമിനേറ്റ് ചെയ്യണം? Okay, let us go to that. നമ്മൾ ഫസ്റ്റ് insert the file inside a canal. Then go beyond the apex. So apex locator show a continuous beep that is over. Okay, first insert the file inside the canal. No, slowly forward, then go beyond the apex, that is pattern C, and obtain pattern C. Then apex locator show continuous beep. അങ്ങനെ ഓവർ പോയ ഫയല് then withdraw back the file back to 00. 00 വിഡ്രോ ചെയ്യാം, which is your major foramen. Okay, 00 point is major foramen, but our preparation should end at minor foramen. That is my point. Then manually reduce 0.5 mm from this reading 00. Manually we can reduce 0.5 mm. That is your working length. Some doctors say നമുക്ക് 00 വരെ വർക്ക് ചെയ്യണം എന്ന് പറയുന്നവരുണ്ട്. അങ്ങനത്തെ കേസിൽ 25 ഫയലിൽ കൂടുതൽ 25 സൈസിൽ കൂടുതൽ ഒരിക്കലും നമ്മൾ വർക്ക് ചെയ്യരുത്. കാരണം അത് എപ്പിക്കൽ മൈനർ കൺസ്ട്രക്ഷനിൽ ചിലപ്പം enlarge ചെയ്യാൻ സാധ്യതയുണ്ട്. ഓക്കെ, that is your working length. For curved canal, better to reduce 1 mm because some straightening of canal may happen after rotary usage. Look at this picture, also this picture, and also this picture. ഇത്രയും കർവ്ഡ് കനാൽ നമ്മൾ ചെയ്യുമ്പോൾ ഈ ജസ്റ്റ് റോട്ടറി യൂസ് ചെയ്യുന്ന കാരണത്താൽ ജസ്റ്റ് ഒരു സ്ട്രൈറ്റനിങ് സംഭവിക്കും. ആ സ്ട്രൈറ്റൻ ചെയ്യുമ്പോൾ വർക്ക് ലെങ്ത് ഷോർട്ട് ആവാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കർവ്ഡ് കനാലില് ബെറ്റർ ടു റെഡ്യൂസ് 1 mm ഫ്രം 00 പോയിന്റ്. ഓക്കെ, ആൾസോ റിസോർപ്ഷൻ ഉള്ള കേസിൽ നമ്മൾ ചെയ്യുമ്പോഴും 1 mm റെഡ്യൂസ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം ടു ഗെറ്റ് ഗുഡ് എപ്പിക്കൽ സ്റ്റോപ്പ്. ഫോർ റിസോർപ്ഷൻ reduce 1 mm to get good apical stop. Okay, repeat this point again. Firstly, insert file inside the canal, then slowly move forward, go beyond apex. Apex locator show a continuous beep that is over the apex, then withdraw the file back to 00, which is your major foramen. Manually reduce 0.5 mm, that is your working length, that is minor foramen. If you are working in a curved canal, reduce 1 mm because some straightening of canal may happen after rotary usage. It is safe to reduce 1 mm. For resorption also, reduce 1 mm to get good apical seal. In open apex cases, that is blunderbuss apex. Blunderbuss apex give early reading due to thin dentinal wall. നമുക്ക് എപ്പോഴും ഫയല് അപ്പെക്സ് എത്തുന്നതിന്റെ മുമ്പ് ഈ ഒരു പോയിന്റ് ഒക്കെ എത്തുമ്പോഴേക്കും ഓവർ അപ്പെക്സ് റീഡിങ് കാണിക്കും. കാരണം അതിന്റെ തിൻ ഡെന്റിൽ വാൾ ഉള്ളതുകൊണ്ട് ബ്ലണ്ടർബസ് അപ്പെക്സിൽ ഒരിക്കലും അപ്പെക്സ് ലൊക്കേറ്റർ വർക്ക് ആവില്ല. അതുകൊണ്ട് ബ്ലണ്ടർബസ് അപ്പെക്സിനെ എപ്പോഴും IOPA ആയിരിക്കണം നമ്മളെ യൂസ് ചെയ്യേണ്ടത്. ഇതിലൊരു പോയിന്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ബ്ലണ്ടർബസ് അപ്പെക്സ് നമ്മൾ ചെയ്യുമ്പോൾ better don't go beyond apex. If you are planning some regenerative procedure ചെയ്യാനുള്ള പ്ലാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബിയോണ്ട് പോവാതിരിക്കുക. അതായത് വർക്കിംഗ് ലെങ്ത് എക്സ്റേ എടുക്കുമ്പോൾ തന്നെ പ്രീ ഓപ്പ് എക്സ്റേ എന്ന് വർക്കിംഗ് ലെങ്ത് മനസ്സിലാക്കി അതിൽ നിന്നും 1 or 2 mm റെഡ്യൂസ് ചെയ്ത് ഫയൽ വെച്ച് വർക്കിംഗ് ലെങ്ത് എക്സ്റേ എടുക്കുക. കാരണം അപ്പെക്സിൽ ഒരുപാട് റീജനറേറ്റീവ് പൊട്ടൻഷ്യൽ ഉള്ള സെൽസ് ഉണ്ടാവാം. നമ്മൾ അറിയാതെ അവിടെ ഫയൽ പോവേ അവിടെ
BMP ചെയ്താൽ ആ റീജനറേറ്റീവ് പൊട്ടൻഷ്യൽ ഉള്ള സെൽസിനെ നശിപ്പിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഓപ്പൺ അപ്പെക്സ് കേസിൽ എപ്പോൾ സേഫ് 1 to 2 mm ഷോർട്ട് ആക്കി വെച്ച് വർക്കിംഗ് ലെങ്ത് എക്സ്റേ എടുക്കുന്നതായിരിക്കും സേഫ്. നേരത്തെ ചൂണ്ടിക്കാണിച്ചതാണ്. പക്ഷെ സൗമ്യമായ ഭാഷയിൽ സംസാരിച്ചാൽ അത് വൈറൽ ആവില്ല. എന്തോ സൗണ്ട് വരുന്നുണ്ടല്ലോ, ആരെങ്കിലും മ്യൂട്ട് ചെയ്യാണ്ടോ? ഓക്കെ, സത്യമാണ്. ആരെങ്കിലും മ്യൂട്ട് ചെയ്യാണ്ടോ? എന്തോ സൗണ്ട് വരുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ ക്ലിയർ. ഇഫ് കനാൽസ് ആർ ജോയിനിങ്, രണ്ട് കനാൽ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നോ നീഡ് ടു ടേക്ക് സെപ്പറേറ്റ് റീഡിംഗ്. സെപ്പറേറ്റ് റീഡിങ്ങിന്റെ ആവശ്യമില്ല. ടേക്ക് വർക്ക് ഓൺ വൺ കനാൽ, ദാറ്റ് ഈസ് ഈസി കനാൽ ഏതാണോ അതിൽ ആദ്യം വർക്ക് ചെയ്യുക ടിൽ ദ ഫുൾ വർക്കിംഗ് ലെങ്ത്. ദെൻ അതർ കനാൽ, ഡിഫിക്കൽട്ടി കനാൽ ഉണ്ടാവും, ആ കനാല് ഈസി കനാലിന്റെ ജോയിൻ ചെയ്യുന്ന പോയിന്റ് വരെ വർക്ക് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഇഫ് യു ആർ വർക്കിംഗ് ഇൻ എ ലോവർ മോളാർ, mesiolingual canals are more straight and easy one. Mesiobuccal canal mostly curved one ആയിരിക്കും. അതുകൊണ്ട് ലോവർ മോളാറിൽ വർക്ക് ചെയ്യുമ്പോൾ മീസിയോലിംഗ്വൽ കനാലിന്റെ വർക്ക് ലെങ്ത് ആദ്യം മെഷർ ചെയ്യാം, അതിൽ നമ്മൾ വർക്ക് ചെയ്യാം. ആ വർക്ക് ചെയ്ത് മീസിയോബക്കൽ കനാൽ മീസിയോലിംഗ്വൽ കനാലിന്റെ ഏത് പോയിന്റിലാണോ ജോയിൻ ചെയ്യുന്നത് അതുവരെ വർക്ക് ചെയ്താൽ മതി. അപ്പൊ നമ്മുടെ വർക്കിങ്ങിൽ 1 or 2 mm ഓവറോ അണ്ടറോ വന്നാലും, അതായത് സെക്കൻഡ് മീസിയോ ബക്കൽ കനാലിൽ 1 or 2 mm ഓവറോ അണ്ടറോ വന്നാലും അത് നമ്മളെ റീഡിങ്ങിനെ ബാധിക്കൂല. ഓക്കെ, സോ ഫസ്റ്റ് വി വർക്ക് ഓൺ ഈസി കനാൽ. ഫോർ ലുക്ക് ദിസ് പോയിന്റ്, mesiolingual canal of lower molar are easy one. If you are working in upper molar, that is upper, especially in first molar, first we work on mesiobuccal canal, then distobuccal palatal. ഈ 3 കനാൽ വർക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മീസിയോബക്കൽ കനാലിന്റെ ഐഡന്റിഫൈ ചെയ്യുക, എന്നിട്ട് വർക്ക് ചെയ്യുക. അങ്ങനെ വരുമ്പോഴും മോസ്റ്റ്ലി MB1ഉം MB2ഉം ജോയിൻ ചെയ്യുന്നുണ്ടാവും. കാരണം MB2 എപ്പോഴും നല്ല ടൈറ്റ് കനാലായിരിക്കും. അപ്പൊ MB1 വർക്ക് ചെയ്തതിന് ശേഷം MB2 ലൊക്കേറ്റ് ചെയ്താൽ ആ ജോയിനിങ് പോയിന്റ് വരെ നമുക്ക് വർക്ക് ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും. നമ്മുടെ വർക്കിംഗ് ടൈം ഒരുപാട് കുറഞ്ഞു കിട്ടും. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, can detect perforation. പെർഫറേഷനിൽ നമ്മൾ അപ്പെക്സ് ലൊക്കേറ്റർ യൂസ് ചെയ്താൽ പെട്ടെന്ന് തന്നെ ഒരു കണ്ടിന്യൂസ് ബീപ്പ് കാണിക്കുന്നത് കാണാം. പെർഫറേഷൻ പോയിന്റ് എത്തേണ്ട ആവശ്യം പോലും ഉണ്ടാവില്ല, അതിനു മുമ്പ് തന്നെ കണ്ടിന്യൂസ് ബീപ്പ് കാണിക്കും. അപ്പൊ പെർഫറേഷൻ ആണെങ്കിൽ പെട്ടെന്ന് കണ്ടിന്യൂസ് ബീപ്പ് കാണിക്കും. നേരെ മറിച്ച് നമ്മൾ വർക്കിംഗ് ലെങ്ത് എടുക്കുന്നത് ഇതാണെങ്കിൽ സ്ലോവിലി ആ റീഡിങ് കൂടി വന്നിട്ടേ നമ്മൾ അപ്പെക്സ് കാണിക്കുള്ളൂ. പെർഫറേഷനിൽ പെട്ടെന്ന് അപ്പെക്സ് കാണിക്കും. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം, we can detect perforation using apex locator. Use after pulp extirpation. പൾപ്പ് എക്സ്ട്രിപ്പേഷന് ശേഷം മാത്രം നമ്മൾ യൂസ് ചെയ്യുക. അറ്റ്ലീസ്റ്റ് വിസിബിൾ പൾപ്പ് മസ്റ്റ് ബി റിമൂവ്ഡ് ഡ്യൂറിങ് യൂസിങ് അപ്പെക്സ് ലൊക്കേറ്റർ. വിസിബിൾ പൾപ്പ് എങ്കിലും മിനിമം റിമൂവ് ചെയ്തിരിക്കണം. കനാലിൽ നിന്നും നോ കണ്ടിന്യൂസ് ബ്ലീഡിങ് ഫ്രം ദ കനാൽ പ്രസന്റ്. ഓക്കെ, പക്ഷെ വിസിബിൾ ബ്ലീഡിങ് ഉണ്ടാകാൻ പാടില്ല. അറ്റ്ലീസ്റ്റ് വിസിബിൾ പൾപ്പ് മസ്റ്റ് ബി റിമൂവ്ഡ്. സം ഓതേഴ്സ് സെഡ് ദാറ്റ് ലാസ്റ്റ് 5 mm വരെ നമ്മൾ പ്രിപ്പയർ ചെയ്തതിന് ശേഷം മാത്രമേ അപ്പെക്സ് ലൊക്കേറ്റർ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്ന പഠനങ്ങൾ വരെ ഉണ്ട്. അപ്പൊ അറ്റ്ലീസ്റ്റ് വിസിബിൾ പൾപ്പ് മസ്റ്റ് ബി റിമൂവ്ഡ്. Repeat reading. After patency obtained, we take working length measurement. Then after BMP also, we should repeat the reading. Why? If rotary file may go beyond the apex and breaking the apical foramen, creating an oval-shaped exit. During working length rechecking, file touches the most coronal part of the oval-shaped exit. Give an apex sign that is in shorter than initial working length. Look at this picture. This is our original canal. Okay. After rotary usage, if we are using rotary, accidentally, നമ്മൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല, നമ്മൾ അറിയാതെ നമ്മളെ ഫയല് റോട്ടറി ഫയൽ ബിയോണ്ട് പോയി. അങ്ങനെ ബിയോണ്ട് പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ എപ്പിക്കൽ ഫൊറാമൻ വൈഡ് ആവും. ഈ വൈഡ് ആയി കഴിഞ്ഞാൽ എക്സ്പെഷ്യലി ഈ ഫൊറാമൻ ലാറ്ററൽ സൈഡിലാണെങ്കിൽ ഇനി നമ്മൾ വർക്കിംഗ് ലെങ്ത് എടുക്കുമ്പോൾ നമ്മളെ ഫയല് ഈ ഒരു കൊറോണൽ, ഈ ഫൊറാമന്റെ മോസ്റ്റ് കൊറോണൽ പോയിന്റ് കണ്ടോ, ഈ പോയിന്റ് എത്തുമ്പോൾ തന്നെ അപ്പെക്സ് കാണിക്കും. സ്വാഭാവികമായിട്ടും അത് ഇനീഷ്യലി നമ്മൾ എടുത്ത വർക്കിംഗ് ലെങ്ത്തിൽ നിന്നും ഒരു 0.5 mm ഒക്കെ കുറവായിട്ട് തന്നെ കാണിക്കും. അപ്പോൾ ബിയോണ്ട് പോയി കഴിഞ്ഞാൽ ഷോർട്ടർ വർക്കിംഗ് ലെങ്ത് കിട്ടാൻ സാധ്യത ഉണ്ട് പിന്നീട് നമ്മൾ റിപ്പീറ്റ് റീഡിങ് എടുക്കുമ്പോൾ. ഓക്കെ,
ഈ പോയിന്റ് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്കഷൻ ടൈമിൽ ചോദിക്കാം, ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. യൂസ് ആഫ്റ്റർ കൊറോണൽ എൻലാർജ്മെന്റ്. Dentinal triangle must be removed. Also, before we obtain working length എടുക്കുന്ന മുമ്പ് get a straight line axis. Straight line axis must ആണ്. Look at this picture. ഈ ആരോ ഇട്ട മാർക്കാണ് ഡെന്റിനൽ ട്രയാങ്കിൾ എന്ന് പറയും. Look at this. ഈ ട്രയാങ്കിൾ ഇവിടെ ഉണ്ടായി കഴിഞ്ഞാൽ ഇവിടെ നിലനിർത്തി നമ്മൾ വർക്കിംഗ് ലെങ്ത് എടുത്താൽ ഈ ഫയൽ കണ്ടോ, ഡിസ്റ്റൽ സൈഡിൽ നിന്നാണ് ഫയൽ വരുന്നത്. എന്നാലേ കനാലിന്റെ ഉള്ളിലോട്ട് ഫയൽ ഇറങ്ങുള്ളൂ. ഈ ട്രയാങ്കിൾ ഇതിനെ ഫയൽ ഇതിലോട്ട് ഇറങ്ങുന്നതിനെ ഹിൻഡർ ചെയ്യും. അങ്ങനെ നമ്മൾ വർക്കിംഗ് ലെങ്ത് എടുത്താൽ ഇത്രയും വർക്കിംഗ് ലെങ്ത് ആണ് നമുക്ക് മെഷർ ചെയ്യേണ്ടി വരിക. ഓക്കെ, ഈ ലെങ്ത് കാണിക്കും. നമ്മൾ ഈ പോയിന്റ് റിമൂവ് ചെയ്തു, ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആക്സിസ് കിട്ടി. അതിനുശേഷം നമ്മൾ എടുക്കുമ്പോൾ ഈ ഫയൽ ഈ ലെവലിലോട്ട് നീങ്ങും. എന്നിട്ട് പിന്നെ വരുന്ന വർക്കിംഗ് ലെങ്ത് മീസിയൽ സൈഡിൽ നിന്നുള്ള വർക്കിംഗ് ലെങ്ത് ആണ് നമ്മൾ മെഷർ ചെയ്യേണ്ടി വരിക. ഓക്കെ, അപ്പൊ വർക്കിംഗ് ലെങ്ത് ആദ്യം എടുത്തിലാണ് ഷോർട്ട് ആയിരിക്കും. അപ്പൊ എന്താ സംഭവിക്കുക വെച്ചാൽ നമ്മൾ ഈ ഒരു പോയിന്റിൽ വർക്കിംഗ് ലെങ്ത് എടുത്ത് BMP ചെയ്താൽ BMP ചെയ്ത് കഴിയുമ്പോൾ ഈ ഭാഗം ട്രയാങ്കിൾ ഡെന്റിനൽ ട്രയാങ്കിൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. സ്വാഭാവികമായിട്ടും വർക്കിംഗ് ലെങ്ത് ഷോർട്ട് ആയിട്ടുണ്ടാവും. സ്വാഭാവികമായിട്ടും നമ്മൾ ഈ ഒരു വർക്കിംഗ് ലെങ്ത് വർക്ക് ചെയ്ത കാരണം നമ്മുടെ ഫയൽ ബിയോണ്ട് അപ്പെക്സ് പോയിട്ടുണ്ടാവും. എപ്പിക്കൽ ഫൊറാമിനെ നമ്മൾ വയലേറ്റ് ചെയ്തിട്ടും ഉണ്ടാവാം. ഓക്കെ, അതുകൊണ്ട് എപ്പോഴും ഡെന്റിനൽ ട്രയാങ്കിൾ റിമൂവ് ചെയ്തിട്ട്, അതായത് കൊറോണൽ ഫ്ലെയറിങ് യൂസ് ചെയ്യുന്ന SX ഫയൽ, പ്രോടാപ്പറിന്റെ XS ഫയലോ 1 ഫ്ലെയറോ ഏതെങ്കിലും ഒരു ഫയൽ യൂസ് ചെയ്ത് ഡെന്റിനൽ ട്രയാങ്കിൾ റിമൂവ് ചെയ്ത ശേഷം മാത്രമേ വർക്കിംഗ് ലെങ്ത് അപ്പെക്സ് ലോക്കർ യൂസ് ചെയ്ത് വർക്കിംഗ് ലെങ്ത് എടുക്കാൻ പാടുള്ളൂ. സം ഓതേഴ്സ് ആൾസോ സെഡ് ദാറ്റ് മിഡിൽ എൻലാർജ്മെന്റിന് ശേഷം എടുക്കുന്നതാണ് ബെറ്റർ എന്ന് പറയുന്ന ഓതേഴ്സ് വരെ ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, ചെക്ക് ഡാമേജ് ഓഫ് അപ്പെക്സ് ലൊക്കേറ്റർ ബിഫോർ യൂസ്. എപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുമ്പും എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ നമ്മൾ അപ്പെക്സ് ലൊക്കേറ്റർ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്തിരിക്കണം. അത് കോഡിനാവാം ഡാമേജ്, അല്ലെങ്കിൽ കൺട്രോൾ യൂണിറ്റിനാവാം. കോഡിന് ഡാമേജ് ചെക്ക് ചെയ്യുന്ന രീതി, കണക്ട് ലിപ് ക്ലിപ്പ് വിത്ത് ഫയൽ ഹോൾഡർ. ലിപ് ക്ലിപ്പ് ഫയൽ ഹോൾഡർ ആയിട്ട് കണക്ട് ചെയ്ത് നോക്കുക. അപ്പൊ കണ്ടിന്യൂസ് ബീപ്പ് കാണിക്കും. അതുപോലെ ഫയൽ ഹോൾഡർ ടച്ചസ് ദ ലിപ്പ്, അപ്പോഴും എന്ത് ചെയ്യും, കണ്ടിന്യൂസ് ബീപ്പ് കാണിക്കും. അങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ കോഡിന് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നെ അർത്ഥം. ആ സമയത്ത് ഓവർ റീഡിങ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ബീപ്പ് കാണിക്കുന്നില്ലെങ്കിൽ നമ്മളെ കോഡിന് എവിടെയോ ഒരു ഡാമേജ് ഉണ്ട്. ഒന്നെങ്കിൽ കോഡിന്റെ ഉള്ളിൽ എന്തെങ്കിലും ബ്രേക്കേജ് വന്നതാ, സർക്യൂട്ട് ബ്രേക്ക് ആയതാവാം. അത് നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. നോർമലി സംഭവിക്കുന്നത് ഈ പോയിന്റിലാണ്. ഈ ഫയൽ ക്ലിപ്പ് നമ്മൾ കോഡായിട്ട് അറ്റാച്ച് ചെയ്യുന്ന ഈ പോയിന്റിൽ കൊറോഷൻ വരാൻ സാധ്യത ഉണ്ട്. ഈ പോയിന്റ് നമുക്ക് എങ്ങനെ ക്ലീൻ ആക്കാം? അതുപോലെ ഈ ഒരു പോയിന്റ്, ഈ ലിപ് ക്ലിപ്പ് കണക്ട് ചെയ്യുന്ന പോയിന്റിലും ഇത് നമ്മൾ ഈ സ്റ്റീൽ ചെറിയ 000 സ്റ്റീൽ വൂളോ അല്ലെങ്കിൽ സാൻഡ് പേപ്പറോ എമറി പേപ്പറോ യൂസ് ചെയ്ത് വരച്ച് കഴിഞ്ഞാൽ ഈ ഭാഗം ക്ലീൻ ആക്കി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു രീതി ചെയ്ത് നോക്കുക. ഈ രീതി ചെയ്ത് നോക്കിയിട്ടും റീഡിങ് പ്രശ്നം ഉണ്ടെങ്കിൽ, കണ്ടിന്യൂസ് ബീപ്പ് കാണിക്കുന്നില്ലെങ്കിൽ, പിന്നെ വയറിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും പ്രശ്നമായിരിക്കാം, കോഡ് മാറ്റേണ്ടി വരും. ഓക്കെ, കൺട്രോൾ യൂണിറ്റ് എങ്ങനെയാണ് കംപ്ലൈന്റ് ഉണ്ടോ ചെക്ക് ചെയ്യുന്നത്? നമ്മൾ ടെസ്റ്റർ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ ആ ടെസ്റ്റർ കണക്ട് ചെയ്ത് നോക്കുക. ടെസ്റ്റർ കണക്ട് ചെയ്യുമ്പോൾ ഒരു കണ്ടിന്യൂസ് ബീപ്പ് കാണിക്കും. അങ്ങനെ ബീപ്പ് കാണിക്കുന്നില്ലെങ്കിൽ കൺട്രോൾ യൂണിറ്റിനാണ് പ്രശ്നമുള്ളത്. കൺട്രോൾ യൂണിറ്റ് നമ്മൾ റിപ്പയറിന് അയക്കേണ്ടി വരും. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, ഇഫ് ദ ഇൻഡിക്കേറ്റർ സ്ക്രീൻ സ്റ്റാർട്ട് ടു ഓസിലേറ്റ് അപ്പ് ആൻഡ് ഡൗൺ. പലപ്പോഴും കാണുന്ന ഒരു പ്രശ്നമാണിത്. നമ്മൾ അപ്പെക്സ് ലൊക്കേറ്റർ യൂസ് ചെയ്യുമ്പോൾ നമ്മളെ സ്ക്രീനിലെ റീഡിങ് മേലോട്ടും താഴോട്ടും റീഡ് അങ്ങോട്ട് ചാടുക, ഒരിക്കലും സ്റ്റോപ്പ് ആവാൻ നിൽക്കുന്നത് കാണാം. നോർമലി അത് സംഭവിക്കാറ് ജിഞ്ചേവൽ ഡീപ് സെർവിക്കൽ കാരിയസിലൂടെ ജിഞ്ചേവൽ ക്രവിക്കുലാർ ഫ്ലൂയിഡ് ഒക്കെ കയറുമ്പോഴാണ്. ഇങ്ങനത്തെ കേസ് നമുക്ക് ചെയ്യാനുള്ളത്, റിമൂവ് കെയർ ഫയൽ ഫ്രം ദ കനാൽ, ഇറിഗേറ്റ് ദ കനാൽ അഗെയിൻ, ആസ്പിരേറ്റ്. We can gently blow air in the chamber also. Then turn off the device and again turn on the device and start again. ഈ ഒരു മെത്തേഡ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. യൂസ് ലോങ് ഫയൽ ദാൻ എസ്റ്റിമേറ്റഡ് വർക്കിംഗ് ലെങ്ത്. ഇപ്പൊ നമ്മൾ വർക്കിംഗ് ലെങ്ത് 20 അല്ലെങ്കിൽ 21 ആണ്, അല്ലെങ്കിൽ 19 ആണ് എങ്കിൽ ഒരു 25ന്റെ ഫയലെങ്കിലും യൂസ് ചെയ്യുക. അപ്പോഴേ നമ്മളെ ഫയൽ ക്ലിപ്പ് കറക്റ്റ് പൊസിഷനിൽ നമുക്ക് കുടുക്കി വെക്കാനുള്ള സ്പേസ് കിട്ടും.
ലോങ് കനാൽ ആണെങ്കിൽ ഇപ്പൊ കെ ഫയലൊക്കെ നമുക്ക് മാണിയുടെ 31 ലെങ്തിലുള്ള കെ ഫയൽ വരെ ഇപ്പൊ അവൈലബിൾ ഉണ്ട്. ഇപ്പൊ കനൈനൊക്കെ യൂസ് ചെയ്യുമ്പോൾ പലപ്പോഴും അത് നമുക്ക് ഉപകരിക്കും. അത്രയും ലെങ്ത് വന്നിട്ടും പ്രശ്നം ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഫയൽ ക്ലിപ്പിന് പകരം ടച്ച് പ്രോബ് യൂസ് ചെയ്തിട്ടും വർക്ക് ലെങ്ത് എടുക്കാം. എപ്പോഴും യൂസ് ലോങ് ഫയൽ ദാൻ എസ്റ്റിമേറ്റഡ് വർക്ക് ലെങ്ത്. മനസ്സിലാണില്ലേ? പിന്നെ ഒരു പോയിന്റ് പ്രശ്നം കാണിക്കുന്നത് ഷാർപ്പ് ഡ്രോപ്പ് ഓഫ് സിഗ്നൽ അറ്റ് എപ്പിക്കൽ ഫൊറാമൻ. പലപ്പോഴും ഉണ്ടാകുന്ന പ്രശ്നമാണ്. നമ്മൾ ഫയൽ ഇങ്ങനെ അപ്പെക്സിലോട്ട് കൊണ്ടുപോകും, അതുവരെ ഒന്നും നമ്മളെ സ്ക്രീനിൽ ഒരു റീഡിങ്ങും നമുക്ക് കാണൂല. പെട്ടെന്ന് കാണാം അപ്പെക്സ് എത്തി എന്നുള്ള റീഡിങ് അല്ലെങ്കിൽ ഓവർ പോയി എന്നുള്ള റീഡിങ് കാണിക്കുന്നത്. അത് എന്തുകൊണ്ടാവാം എന്ന് ചോദിച്ചാൽ മോസ്റ്റ്ലി ഇൻ എക്സ്ട്രീംലി ഡ്രൈഡ് കനാൽ ആയതുകൊണ്ടാവാം. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ വെൻ ഫയൽ റീച്ചസ് ദ ഡ്രൈഡ് പോയിന്റ് അറ്റ് ഡ്രൈഡ് പോയിന്റ് ദർ ഇസ് നോ ഇലക്ട്രിക് കോണ്ടാക്ട്. ഡ്രൈഡ് കനാലിൽ ഇലക്ട്രിക് കോണ്ടാക്ട് പോസിബിൾ അല്ല. അപ്പൊ എന്ത് സംഭവിക്കും, അവിടെ ഒരു റീഡിങ്ങും കാണിക്കൂല സ്ക്രീന്. വെൻ the file touches the apical tissue, that is periodontal ligament, a sudden circuit result. ഒരു സഡൻ സർക്യൂട്ട് ഉണ്ടാവും വിച്ച് ഗിവ് റാപ്പിഡ് ഡ്രോപ്പ് ഓഫ് സിഗ്നൽ. അതായത് നമ്മൾ ഡ്രൈഡ് കനാലിനെ ഫയൽ കൊണ്ടുപോകുമ്പോൾ ഒരിക്കലും നമ്മൾ സിഗ്നൽ കാണിക്കൂല. അങ്ങനെ അപ്പെക്സിനെ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ എപ്പിക്കൽ പെരിയോഡോണ്ടൽ ലിഗമെന്റ് ടച്ച് ചെയ്യുമ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യും, നമ്മളെ സ്ക്രീനിൽ പെട്ടെന്ന് ബിയോണ്ട് പോയി അല്ലെങ്കിൽ അപ്പെക്സ് എത്തി എന്നുള്ള സിഗ്നൽ കാണിക്കും. അതിന് കാരണം അവിടെ ഡ്രൈഡ് കനാൽ ഇലക്ട്രിക് സർക്യൂട്ട് പോസിബിൾ അല്ലാത്തതുകൊണ്ടാണ്. അങ്ങനത്തെ കേസ് നമുക്ക് എങ്ങനെ കറക്റ്റ് ചെയ്യാം? ഇറിഗേറ്റ് ദ കനാൽ ആൻഡ് ആസ്പിരേറ്റ്, then repeat the reading again. Also, if hypochlorite remain in canal hypochlorite remain വെച്ചിട്ട് നമ്മൾ വർക്ക് ലെങ്ത് എടുത്താൽ ചാൻസ് ഓഫ് ഷോർട്ട് വർക്ക് ലെങ്ത്. അതെന്തുകൊണ്ടാണ്? സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് ഹൈലി ഇലക്ട്രോ കണ്ടക്റ്റീവ് ആണ്. അപ്പൊ നമ്മൾ കനാലിൽ ഹൈപ്പോക്ലോറൈറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഫയല് ഒരു 1 to 2 mm അല്ലെങ്കിൽ 3 mm ഷോർട്ട് ആവുമ്പോഴേക്കും അവിടെ ഇലക്ട്രിക് കറണ്ടിന്റെ പാസേജ് സംഭവിക്കും. സ്വാഭാവികമായിട്ടും ഷോർട്ട് വർക്ക് ലെങ്ത്തിൽ തന്നെ അപ്പെക്സ് കാണിക്കാൻ സാധ്യത ഉണ്ട്. അപ്പൊ ബെറ്റർ നോട്ട് യൂസ് ഹൈപ്പോക്ലോറൈറ്റ് ഡ്യൂറിംഗ് വർക്ക് ലെങ്ത് ഡിറ്റർമിനേഷൻ. ആക്യുറസി ഇൻ പ്രൈമറി ടൂത്ത്. നമുക്കറിയാം ഡെസിഡസ് ടൂത്ത് ആർ അണ്ടർ ഫിസിയോളജിക്കൽ റിസോർപ്ഷൻ. ലുക്ക് അറ്റ് ദിസ് പിക്ചർ. ഈ പല്ല് എക്സ്റേ എടുത്ത് വർക്ക് ലെങ്ത് നമ്മൾ എടുത്ത് നോക്കുമ്പോൾ കറക്റ്റ് ആണ്, കണ്ടോ, കറക്റ്റ് വർക്ക് ലെങ്ത്. ബട്ട് ആ പല്ലിന്റെ ഒറിജിനൽ കണ്ടോ, ഈ ഭാഗം റിസോർബ് ചെയ്തിട്ടുണ്ട് ഫിസിയോളജിക്കൽ. ബട്ട് പഠനങ്ങൾ പറയുന്നത് എന്താന്ന് വെച്ചാല് if Kilbasa et al. Using root ZX reported that root ZX had sufficient accuracy with a tendency to slightly underestimate the root canal length to just short, that is average of 0.98 mm of the apex. എന്ന് വെച്ചാൽ ഈ പഠനങ്ങൾ ഒരുവിധം പഠനങ്ങളെല്ലാം പറയുന്നത് പീഡോ ഉള്ള റിസോർബ്ഡ് കേസിലും നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെ യൂസ് ചെയ്താൽ 1 mm ഷോർട്ട് ആയിട്ട് തന്നെ അപ്പെക്സ് എത്തി എന്ന് കാണിക്കും. അപ്പെക്സ് ലൊക്കേറ്റർ ഏകദേശം എല്ലാ പഠനങ്ങളും പറയാം 1 mm ഷോർട്ട് എത്തിക്കഴിഞ്ഞാൽ തന്നെ അപ്പെക്സ് എത്തി എന്ന് കാണിക്കും. പീഡോയുടെ കേസുകളിൽ ഇതത്ര പ്രോബ്ലം ഉള്ള പ്രശ്നമല്ല. 1 mm ഷോർട്ടായി എന്നുള്ളത് പൾപ്പക്ടമിനെ കൂടുതൽ വല്ല കാര്യമായി ബാധിക്കാത്തതിനാൽ നമുക്ക് വളരെ കൂളായിട്ട് റൂട്ട് ZX പോലത്തെ അപ്പെക്സ് ലൊക്കേറ്റർ പ്രൈമറി ടൂത്തിൽ യൂസ് ചെയ്യാം. സംടൈംസ് അപ്പെക്സൈൻ നമ്മൾ കനാലിലോട്ട് അപ്പെക്സൈൻ ഫ്രം ദ ബിഗിനിങ് കനാലിലോട്ട് ഫയൽ പ്രവേശിപ്പിച്ച ഉടനെ അപ്പെക്സ് എത്തി എന്നുള്ള സിഗ്നൽ കാണിക്കുന്നത് കാണാം. അതിന് കാരണം ഒന്നെങ്കിൽ സിവിയർ ബ്ലീഡിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ പസ് കനാലിൽ നിന്ന് എക്സ്ട്രേറ്റ് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം. ഇങ്ങനത്തെ കേസിൽ നമ്മൾ എന്ത് ചെയ്യണം? റിപ്പീറ്റ് ദ റീഡിംഗ് ആഫ്റ്റർ ഫസ്റ്റ് ഡിസ്ചാർജ് സ്റ്റോപ്സ് ഓർ ബ്ലീഡിംഗ് സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാം? റീഡിംഗ് റിപ്പീറ്റ് ചെയ്യാം. Okay, thank you. This is end of my short webinar. Handing over to Rashid Doctor. Please handle any questions. Hello Nuru, it was a wonderful presentation. Anyway, thank you. Now
Next is the അല്ലല്ല സംശയം hello. ഹലോ ക്ലിയർ ആണ് ക്ലിയർ അല്ലേ Nuru, it was a wonderful presentation. Nuru, congrats. താങ്ക് യു It was very useful. താങ്ക് യു എന്തെങ്കിലും അതിന്റെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ഗ്രൂപ്പിൽ എഴുതണം കേട്ടോ. അതായത് അത് ഇതിനെന്തെങ്കിലും ക്രിട്ടിക്സ് ഉണ്ടെങ്കിൽ കാര്യമായിട്ട് എഴുതണം, നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാലോ. ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചോദിക്കാവുന്നതാണ്. Sir. ഡൗട്ട് ഉണ്ടോ? സാർ 2 കനാൽ ഇപ്പൊ മീഷോ ലിങ്കിലും മീഷോ ബക്കലും ഉണ്ടാവുമ്പോ പിന്നെ ആസ്പിറേറ്റ് ചെയ്യാൻ പറഞ്ഞു. ആ ഭാഗം ഒന്നുകൂടി ക്ലിയർ ആക്കോ? ആ സ്ലൈഡിലെ അതായത് ഹൈപ്പോക്ലോറേറ്റ് കുറച്ച് വേണം എന്നല്ലേ? ഹൈപ്പോക്ലോറേറ്റ് യൂസ് ചെയ്യാതൊക്കെയാണ് നല്ലത്. വർക്ക് ലെങ്ത് എടുക്കുമ്പോ വർക്ക് ലെങ്ത് എടുത്തതിന് ശേഷം, അതായത് കനാല് നമ്മള് ഹൈപ്പോക്ലോറേറ്റ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സലൈൻ വെച്ച് ക്ലീൻ ആക്കുക വർക്ക് ലെങ്ത് എടുക്കുന്നതിന് മുമ്പ്, എന്നിട്ട് വർക്ക് ലെങ്ത് എടുക്കുകയാണ് നല്ലത്. പക്ഷെ ഞാൻ ഈ പറഞ്ഞ പല പോയിന്റുകളും പല അപ്പെക്സ് ലൊക്കേറ്ററിലും അപ്ലിക്കബിൾ അല്ല. കാരണം പല അപ്പെക്സ് ലൊക്കേറ്ററിലും ആ പ്രോബ്ലം സോൾവ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത്രയും പോയിന്റ് ഞാൻ പറഞ്ഞത് എന്താ വെച്ചാല്, ഏത് ബ്രാൻഡ് അപ്പെക്സ് ലൊക്കേറ്റർ യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിലും എല്ലാവർക്കും ഈ പറഞ്ഞ 20 പോയിന്റ് ശ്രദ്ധിക്കുകയാണെങ്കിൽ കറക്റ്റ് റീഡിങ് കിട്ടും എന്നുള്ളതുകൊണ്ടാണ്. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഡ്രൈ ആവാൻ പാടില്ലല്ലോ. അതേ പറഞ്ഞത്, കനാല് വെറ്റായിരിക്കണം. അത് ഹൈപ്പോക്ലോറേറ്റ് കൊണ്ട് വെറ്റാവരുത്. കാരണം ഹൈപ്പോക്ലോറേറ്റ് ഹൈലി ഇലക്ട്രോ കണ്ടക്റ്റീവ് ആണ്. ഓക്കെ, സലൈൻ വെച്ചിട്ട് വെറ്റാവാം, പ്രശ്നമില്ല. അപ്പൊ ഇതിൽ ഈ ഒരു പോയിന്റ് ഞാൻ പറഞ്ഞത് വെച്ചാൽ, ഈ 20 പോയിന്റുകളും ഞാൻ പറഞ്ഞത് എല്ലാ അപ്പെക്സ് ലൊക്കേറ്ററിനും ബാധകമല്ല. ഇപ്പൊ റൂട്ട് ZX എടുക്കുകയാണെങ്കിൽ പിന്നെ ഹൈപ്പോക്ലോറേറ്റ് ഉണ്ടെങ്കിലും പ്രശ്നമില്ലാതെ വർക്ക് ചെയ്യും റൂട്ട് ZX. അപ്പൊ ഓരോ ജനറേഷൻ അപ്പെക്സ് ലൊക്കേറ്റർ വരുമ്പോഴും ആദ്യത്തെ ജനറേഷൻ അപ്പെക്സ് ലൊക്കേറ്ററിന്റെ പ്രോബ്ലം കറക്റ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അങ്ങനെ 3-4 ജനറേഷൻ അപ്പെക്സ് ലൊക്കേറ്റർ വരുമ്പോൾ 5ാമത്തെ ജനറേഷൻ വന്നപ്പോ ആദ്യത്തെ അപ്പെക്സ് ലൊക്കേറ്ററിലുള്ള ചില പ്രോബ്ലംസ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ എല്ലാ പോയിന്റുകളും ഉപയോഗിക്കുകയാണെങ്കിൽ ഏത് അപ്പെക്സ് ലൊക്കേറ്റർ ഉപയോഗിച്ച് നമുക്ക് കറക്റ്റ് റീഡിങ് കിട്ടും. അതാണ് എന്റെ പോയിന്റ്. ഈ വെബിനാറിന്റെ പോയിന്റ് അതാണ്. എല്ലാ പോയിന്റ് ഞാൻ ഈ പറഞ്ഞ 20 പോയിന്റ് നോട്ട് ചെയ്തിട്ട് ഏത് അപ്പെക്സ് ലൊക്കേറ്റർ നിങ്ങൾ യൂസ് ചെയ്താൽ, അത് വുഡ്പെക്കർ ആയിക്കോട്ടെ, ഐറൂട്ട് ആയിക്കോട്ടെ, പ്രോപെക്സ് PC ആയിക്കോട്ടെ, റൂട്ട് ZX ആയിക്കോട്ടെ, ഏത് അപ്പെക്സ് ലൊക്കേറ്ററിലും ഈ 20 പോയിന്റുകൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ കറക്റ്റ് റീഡിങ് ലഭിക്കും എന്നുള്ളതാണ് എന്റെ പോയിന്റ്. ഓക്കെ, any doubt? ഡോക്ടർ ക്ലിയർ ആയോ? ഹലോ, ക്ലിയർ ആയോ? ഡോക്ടറെ, ഈ അപ്പെക്സ് ലൊക്കേറ്ററിൽ പെർഫറേഷൻ എങ്ങനെ നമുക്ക് അറിയാൻ പറ്റുക? പെർഫറേഷൻ കേസിൽ നമ്മൾ ഫയൽ ഇപ്പൊ പറയുന്നത് എങ്ങനെ വെച്ചാല് 0.6 to 6 mm പെർഫറേഷന്റെ ബിയോണ്ട് എത്തുമ്പോ തന്നെ അപ്പെക്സ് ലൊക്കേറ്ററിൽ ബിയോണ്ട് എത്തി എന്നുള്ള റീഡിങ് കാണിക്കും. അപ്പെക്സ് എത്തി എന്നുള്ള റീഡിങ് പെട്ടെന്ന് കാണിക്കും. ഓക്കെ, അതായത് നമ്മൾ അപ്പെക്സ് എത്തുന്നതിന് മുമ്പ് പെട്ടെന്ന് അപ്പെക്സ് ലൊക്കേറ്ററിൽ റീഡിങ് കാണിക്കണം. അതായത് ഗ്രാജുവൽ റീഡിങ് ആവില്ല പെർഫറേഷൻ കേസിൽ കാണിക്കുന്നത്. കിട്ടിയോ? പോയിന്റ് കിട്ടിയോ? ലാറ്ററൽ പെർഫറേഷൻ അറിയാൻ പറ്റുമോ? ഏത് പെർഫറേഷനിൽ ഫയൽ പോയി കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ. പെർഫറേഷനിൽ ഫയൽ പോവുകയാണെങ്കിൽ പെട്ടെന്ന് കാണിക്കും. അതായത് നോർമലി നമ്മൾ വർക്ക് ലെങ്ത് എടുക്കുമ്പോൾ ഒരു ഗ്രാജുവൽ ആയിട്ടല്ലേ റീഡിങ് വരിക സ്ക്രീനിൽ. ആ കട്ട ഇങ്ങനെ കൂടി വന്ന് പിന്നെ ഇങ്ങനെ മെല്ലെ 0 എത്തി പിന്നെ ബിയോണ്ട് പോകും, അതല്ലേ കാണിക്കുക. പെർഫറേഷനിൽ ആ ഒരു ഗ്രാജുവൽ റീഡിങ് കാണിക്കൂല. Which apex locator you prefer? അങ്ങനെ ചോദിച്ചാൽ റൂട്ട് ZX ആണ്. ഏകദേശം എല്ലാ പഠനങ്ങളും നടന്നത് റൂട്ട് ZX വെച്ചിട്ടാണ്. പക്ഷെ ഞാൻ യൂസ് ചെയ്യുന്നത് ഐറൂട്ട് ആണ്. ഞാൻ 5 വർഷം വുഡ് അപ്പെക്സ്. ഹാരിസ്, ഇനീഷ്യലി ഞാൻ അപ്പെക്സ് ലൊക്കേറ്റർ വാങ്ങി യൂസ് ചെയ്ത് എനിക്ക് റീഡിങ് കിട്ടാത്തതുകൊണ്ട് ഞാൻ അറ്റത്ത് എടുത്ത് വെച്ചിരുന്നു. ഹാരിസാണ് അപ്പെക്സ് ലൊക്കേറ്റർ യൂസ് ചെയ്തത്. ഓക്കെ, അതിനുശേഷമാണ് ഞാൻ
ഇത് രണ്ടാമത് ഇതിനെപ്പറ്റി പഠിച്ചത്. ഓക്കെ, ഇപ്പൊ ഞാൻ iRoot ആണ്. 5 വർഷം വുഡ്പെക്കർ ആയിരുന്നു, ഇപ്പൊ 3 വർഷമായിട്ട് iRoot ആണ് യൂസ് ചെയ്യുന്നത്. നീ എന്തേലും ചാറ്റ് ബോക്സിൽ എന്തെങ്കിലും ഇതുണ്ടോ, ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ചാറ്റ് ബോക്സ് നോക്കി. ഹലോ സാർ. ആ സാർ, നമ്മളിപ്പോ ചില കനാലിൽ ഈ ഫോർ എക്സാമ്പിൾ മീസിയോ ബക്കൽ, ലോവർ മീസിയോ ബക്കലോ അല്ലെങ്കിൽ അപ്പർ മീസിയോ ബക്കലിലോ നമ്മൾ പൈലറ്റ് റീഡിംഗ് എടുത്ത് നോക്കുമ്പോൾ റീഡിംഗ് കിട്ടാത്ത അവസ്ഥ ഉണ്ടല്ലോ, അത് എന്തായിരിക്കും കാരണം? റീഡിങ് കിട്ടാത്ത അവസ്ഥ, ഈ ഒരു പോയിന്റുകൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കറക്റ്റ് റീഡിങ് കിട്ടും. അത് അപ്പെക്സ് പോവാത്തതായിരിക്കും. അപ്പെക്സ് പോവാത്ത അല്ല, അപ്പെക്സ് പോവാത്തല്ല, ഒരു റീഡിംഗ് കാണിക്കത്തില്ല, ബ്ലാങ്ക് ആയിരിക്കും. നമ്മൾ കുറെ ഉള്ളിലോട്ട് പോയാലും നമ്മളിപ്പോ എസ്റ്റിമേറ്റ് ഒരു വർക്കിംഗ് ലെങ്ത് നമുക്ക് അറിയായിരിക്കും. വെച്ചിട്ട് എസ്റ്റിമേറ്റഡ് വർക്കിംഗ് ലെങ്ത് ഉണ്ടാവും. അപ്പൊ അത് കഴിഞ്ഞു അല്ലെങ്കിൽ അത് അതിന്റെ മുന്നേ നമ്മൾ നോക്കുമ്പോൾ റീഡിംഗ് കാണിക്കാറില്ല. അത് ഡ്രൈ ആയതുകൊണ്ടാണ്. ഒന്നെങ്കിൽ ഡ്രൈ കനാൽ ആണെങ്കിൽ അങ്ങനെ കാണിക്കും, അങ്ങനെ കാണിക്കാൻ ചാൻസ് ഉണ്ടല്ലോ. പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു രീതി എന്താ വെച്ചാൽ കൊറോണൽ ഫ്ലയറിംഗ് ചെയ്യാറുണ്ടോ അപ്പെക്സ് ലൊക്കേറ്റർ യൂസ് ചെയ്യുന്നതിന് മുമ്പേ? ഇല്ല, കൊറോണൽ ഫ്ലയറിംഗ് ചെയ്യാറില്ല. കൊറോണൽ ഫ്ലയറിംഗ് ചെയ്തതിന് ശേഷം മാത്രമേ അപ്പെക്സ് ലൊക്കേറ്റർ യൂസ് ചെയ്യാവൂ. ഈ കൊറോണൽ ഫ്ലയറിംഗ് ഉദ്ദേശിക്കുന്ന ആ ട്രയാങ്കിൾ ആണോ മാറ്റുന്നത്? ആ ട്രയാങ്കിൾ മാത്രം പോരാ, ഒരു 3 to 4 mm നമ്മൾ SX അല്ലെങ്കിൽ 1 ഫ്ലെയർ ഫയൽ ഉണ്ടല്ലോ, ഓക്കെ, ആ ഫയൽ വെച്ചിട്ട് ഒരു 3 to 4 mm നമ്മൾ ആദ്യം ഇനീഷ്യലി വർക്ക് ചെയ്യാം. അത് ഒന്ന് എൻലാർജ് ചെയ്യാം കൊറോണലി. അവിടെയുള്ള ഇൻട്രൻസ് എല്ലാം പോയിരിക്കണം. അപ്പൊ അത് അങ്ങനെ ആകുമ്പോ കിട്ടാൻ ചാൻസ് ഉണ്ടല്ലേ? അങ്ങനെ ആവുമ്പോ നമുക്ക് കറക്റ്റ് റീഡിംഗ് കിട്ടും. ഓക്കെ സാർ. അങ്ങനെ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ വാട്സ്ആപ്പ് നമ്പർ ഞാൻ പറഞ്ഞുതരാം. അവിടെയുള്ള ഡെന്റി നമ്മൾ കൂടുതൽ കളയുന്നത് സജസ്റ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല, അതായത് പെരിസർവിക്കൽ ഡെന്റിനെ നമ്മൾ പ്രിസർവ് ചെയ്യണം. പക്ഷെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് SX നമ്മൾ യൂസ് ചെയ്യേണ്ടത് 3 to 4 mm മാത്രമേ നമ്മൾ ഇറക്കാൻ പാടുള്ളൂ നമ്മളെ കൊറോണൽ ഫ്ലെയറിംഗ് ഫയൽ. യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ സർ. Any doubt? Can we use it as a substitute for IOPA for working length, all those things? കറക്റ്റ് പറയുകയാണെങ്കിൽ അപ്പെക്സ് ലൊക്കേറ്റർ അഡ്ജുവന്റ് ടു അപ്പെക്സ് IOPA ആയിട്ടാണ് പറയുന്നത്. കാരണം അനാട്ടമി ഒരിക്കലും അപ്പെക്സ് ലൊക്കേറ്റർ വെച്ചിട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റൂല. അനാട്ടമി, റൂട്ടിന്റെ കർവേച്ചറും മറ്റുള്ള അനാട്ടമി റെക്കോർഡ് ചെയ്യണമെങ്കിൽ എക്സ്റേ നിർബന്ധമാണ്. ഓക്കെ, IOPA. പിന്നെ ചില പഠനങ്ങൾ പറയുന്നത് വർക്കിംഗ് ലെങ്ത് മെഷർമെന്റിന് IOPA-ലും കൂടുതൽ എന്തുകൊണ്ടും നല്ലത് അപ്പെക്സ് ലൊക്കേറ്റർ ആണ്. അതുകൊണ്ട് അപ്പെക്സ് ലൊക്കേറ്ററിനെ ട്രസ്റ്റ് ചെയ്യുക, IOPA-നെ ട്രസ്റ്റ് ചെയ്യുന്നതിലേറെ എപ്പോഴും അപ്പെക്സ് ലൊക്കേറ്ററിനെ ട്രസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോ ഫ്രാങ്ക്ലി സ്പീക്കിംഗ്, ഞാൻ എന്റെ പ്രാക്ടീസിൽ പ്രീ ഓഫ് IOPA ഞാൻ എടുക്കുകയാണെങ്കിൽ തന്നെ പിന്നെ വർക്കിംഗ് ലെങ്ത് IOPA-യോ മാസ്റ്റർ കോൺ IOPA എടുക്കാറില്ല. ഞാൻ അപ്പെക്സ് ലൊക്കേറ്റർ റീഡിംഗ് അനുസരിച്ചാണ് ഒബ്സർവേറ്റ് ചെയ്യാറ്. ഞാൻ കാണിച്ച 2-3 കേസ് എല്ലാം അപ്പെക്സ് ലൊക്കേറ്റർ നോക്കിയിട്ടാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. അതിലാണ് ഞാൻ ഫിനിഷ് ചെയ്യാറുള്ളൂ. ഒരു 4-5 കൊല്ലമായി ഞാൻ വർക്കിംഗ് ലെങ്ത് എക്സ്റേയോ യൂസ് ചെയ്യാറില്ല. ഒരിക്കലും ഞാനത് റെക്കമെൻഡ് ചെയ്യൂല. അത് വർക്കിംഗ് ലെങ്ത് മാസ്റ്റർ കോൺ എക്സ്റേ എടുക്കണം തന്നെ പറയുന്നത്, നമ്മൾ ചെയ്യാറില്ല. അത് വേറെ പോയിന്റ്. ക്ലിയർ ആണ്. ചില കേസിൽ നമുക്കൊരു പോയിന്റ് 3.2 എവേ ആയിട്ട് ഇങ്ങനെ കാണിക്കും. ഓക്കെ, എത്ര ആയാലും ചിലപ്പോ അങ്ങനെ കാണിച്ചു. ഇപ്പം അപ്പെക്സ് 3.3 മില്ലിമീറ്റർ എവേ കാണിച്ചുകൊണ്ടിരിക്കാന്ന് വിചാരിക്കും. അതെ, ആ സമയത്ത് നമ്മൾ ഒരു 1 ഡ്രോപ്പ് ഹൈപ്പോയ്ക്ക് ഡ്രോപ്പ് ചെയ്താല് അപ്പം അത് 0 കാണിക്കുന്നു. ഓക്കെ, അതൊരു ഫാൾസ് റീഡിംഗ് ആണോ അല്ലെങ്കിൽ കറക്റ്റ് ആണോ? അത് ഫാൾസ് റീഡിംഗ് ആണ്. ബെറ്റർ സലൈൻ യൂസ് ചെയ്യുക. കാരണം എന്താ വെച്ചാൽ ഹൈപ്പോ ഹൈലി കണ്ടക്റ്റീവ് ആണ്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ കേസിൽ സാധാരണ സംഭവിക്കുന്നത് എന്താ വെച്ചാല്, പിന്നെ അപ്പിക്കലി ഒരുപാട് മൾട്ടിപ്പിൾ ഫൊറാമിൻ ഉണ്ടാവും. നമ്മൾ ഫയൽ ബിയോണ്ട് പോകുന്നില്ല, അതല്ലേ പ്രശ്നം. ഫയൽ പോവാതെ അതെ, അതിന് കാരണം എന്താ വെച്ചാൽ അവിടെ മൾട്ടിപ്പിൾ ഫൊറാമിൻ ഉണ്ടാവും. അവിടെ മൾട്ടിപ്പിൾ ഫൊറാമിൻ ഉണ്ടാവുന്നതുകൊണ്ട് നമ്മൾ ഫയൽ പലപ്പോഴും അല്ലെങ്കിൽ അവിടെ റാമിഫിക്കേഷൻ, എപ്പിക്കൽ റാമിഫിക്കേഷൻ അല്ലെങ്കിൽ ഹൈപ്പർസിമെന്റോസിസ്, ഇങ്ങനത്തെ കേസിൽ ഫയൽ ഒരു നിലക്കും നമുക്ക് പാറ്റൻസി കിട്ടൂല ഹൈപ്പർസിമെന്റോസിസിലൊന്നും.
അങ്ങനെയുള്ള കേസിൽ നമ്മൾ എക്സ്റേനാണ് നമ്മളെ റെഫറൻസ് ആയിട്ട് എടുക്കേണ്ടത്. കാരണം പ്രായമായ ഒരാളെ പല്ല് ചെയ്യുമ്പോൾ പലപ്പോഴും നമുക്ക് പല പാറ്റേൺസ് ലഭിക്കാറില്ല. ഓക്കെ, പ്രായമായ ആൾക്കാരെ ചെയ്യുമ്പോൾ അങ്ങനത്തെ കേസിൽ ഹൈപ്പർസിമെന്റോസിസ് ആണ് അതിന് മെയിൻ കാരണം. അങ്ങനത്തെ കേസിൽ നമ്മൾ എന്ത് ചെയ്യുക, എക്സ്റേ മെഷർ നോക്കിയിട്ട് വർക്ക് ചെയ്യുക. ഓക്കെ, ഒരു ഉദാഹരണം ഞാൻ ഇനി ഒരു സ്ലൈഡ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. എന്താ സ്ലൈഡ് നീങ്ങാത്ത ഒരു സ്ലൈഡ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ ഓക്കെ, ലുക്ക് അറ്റ് ഈ ഒരു എക്സ്റേ നോക്കുക. ഇത് എനിക്ക് വർക്ക് ലെങ്ത് IOP അല്ല വർക്ക് അപ്പെക്സ് ലൊക്കേറ്റർ യൂസ് ചെയ്ത് എനിക്ക് വർക്ക് ലെങ്ത് കിട്ടിയിട്ടില്ല ഈ കനാലില്, ഡിജിറ്റൽ കനാലില്. ഓക്കെ, അങ്ങനെ ഞാൻ എത്തിയ പോയിന്റ് വരെ എൻലാർജ് ചെയ്തതിനു ശേഷം നന്നായി ഹൈപ്പോ ആക്ടിവേറ്റ് ചെയ്തു, ഹൈപ്പോ ഇറിഗേറ്റ് ചെയ്ത് ആക്ടിവേറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഒബ്ചുറേറ്റ് ചെയ്തപ്പോ കാണിക്കുന്ന റാമിഫിക്കേഷൻ കണ്ടോ? അപ്പെക്സിൽ മൾട്ടിപ്പിൾ ഫൊറാമിന കണ്ടോ? ഈ പിക്ചർ ക്ലിയർ ആകുന്നുണ്ടോ? ഈ ഡിജിറ്റൽ കനാലിന്റെ ഈ കനാൽ എനിക്ക് പാറ്റേൺസ് കിട്ടാത്ത, ഈവൻ നല്ല ലീഷനുള്ള സൈനസ് ട്രാക്ട് ഉള്ള കേസ് ആയിരുന്നു ഇത്. ഈ കേസ് വളരെ സിമ്പിൾ ആയിട്ട് നല്ല സൈനസ് ട്രാക്ട് ഉള്ള കേസ് സിംഗിൾ സിറ്റിംഗ് ചെയ്ത കേസാണ്. 3 വീക്ക് കഴിഞ്ഞ് പേഷ്യന്റ് വന്നപ്പോ സൈനസ് ട്രാക്ട് കംപ്ലീറ്റ് ഹീൽ ആയിട്ടുണ്ട്. സിംഗിൾ സിറ്റിംഗിലാണ് ചെയ്ത ഈ കേസ്. എനിക്ക് പാറ്റേൺസ് കിട്ടിയില്ല. ഞാൻ ഇത്രയും വർക്ക് ചെയ്ത് നന്നായി ഇറിഗേറ്റ് ചെയ്ത് ഇറിഗേഷൻ ഹൈപ്പോ ആക്ടിവേറ്റ് ചെയ്തിട്ടാണ് ഒബ്സർവേറ്റ് ചെയ്തത്. അതിനുശേഷം പേഷ്യന്റ് വരുമ്പോ ക്രൗൺ പ്രിപ്പറേഷൻ വന്നപ്പോ പേഷ്യന്റിനോട് IOP എടുത്ത് വരാൻ പറഞ്ഞു പുറത്തുനിന്ന്. അങ്ങനെ എടുത്തപ്പോ കണ്ട ഒരു പിക്ചർ ഞാൻ ഇവിടെ ആവശ്യം വരുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇവിടെ വെച്ചത്. ഇതൊരു ചോദ്യം വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. അതുകൊണ്ട് ഈ ഒരു സ്ലൈഡ്. ഓക്കെ, അപ്പൊ എന്തേലും എങ്ങനെ how much accuracy we can expect from an apex locator? അപ്പെക്സ് ലൊക്കേറ്ററിന്റെ പഠനങ്ങൾ ഏകദേശം എല്ലാം നടന്നത് റൂട്ട് ZX വെച്ചിട്ടാണ്. റൂട്ട് ZX വെച്ച പഠനങ്ങൾ പറയുന്നത് 95 to 100% ആക്യുറേറ്റ് ആണ് അപ്പെക്സ് ലൊക്കേറ്റർ എന്ന. 0.5 to 1 mm you can talk about the Woodpex 3 or Woodpex 5 also. അതിനെ പറ്റിയുള്ള പഠനങ്ങളൊന്നും കാര്യമായിട്ട് ഇവിടെ ആർട്ടിക്കിൾ ഞാൻ വായിച്ചിട്ടില്ല. പക്ഷെ ഉപയോഗിക്കുന്ന ഡോക്ടേഴ്സ് എല്ലാം ZX-നെ പോലെ തന്നെ ആക്യുറേറ്റ് ആണ് എന്നാണ് പറയുന്നത്. ഏത് അപ്പെക്സ് ലൊക്കേറ്റർ ആണെങ്കിലും ഈ ഒരു ടെക്നിക്ക് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാത്തിലും ആക്യുറേറ്റ് റീഡിങ് കിട്ടും. ഇപ്പൊ അതിന്റെ പഠനങ്ങൾ പറയുന്നത് വെച്ചാല് 0.28 mm ബിയോണ്ടും 0.58 mm ഷോർട്ടും ആ ഒരു ആവറേജ് ഡിഫറൻസ് മാത്രമേ കാണിക്കുന്നുള്ളൂ. ആ ഒരു ആവറേജ് ഡിഫറൻസിന്റെ ഉള്ളിൽ എല്ലാം 95 to 100% ആക്യുറേറ്റ് ആണ് എന്നുള്ളതാണ്. ഇപ്പൊ വുഡ് അപ്പെക്സിനെ പറ്റി ചോദിച്ചാൽ അതിനെ പറ്റിയുള്ള കൂടുതൽ ആർട്ടിക്കിൾ എനിക്ക് കിട്ടിയിട്ടില്ല. ഓക്കെ, എന്നെ കൊല്ലാണല്ലേ. Anything else? It was really fantastic and really informative too. Thank you for your really good webinar. Okay, thank you. What about the Noor? Okay. Hello. Okay. What about the endomotor with provision for apex locator attachment? അതിന്റെ ന്യൂവർ വെറൈറ്റീസ് ഒരുപാടുണ്ട്. അതായത് എൻഡോമോട്ടർ വിത്ത് അൾട്രാസോണിക്, എൻഡോമോട്ടർ വിത്ത് കോഡ്ലെസ് ആൻഫീസ്, ഇങ്ങനെ ഒരുപാട് വെറൈറ്റി വന്നിട്ടുണ്ട്. ഇത് പറയുന്ന വെച്ചാൽ അത് ഓരോരുത്തരും, അതായത് യൂസ് ചെയ്യുന്ന ആളുടെ കൈക്കനുസരിച്ചിരിക്കുന്നതാണ് പഠനങ്ങളെല്ലാം പറയുന്നത്. അതിന്റെ ആക്യുറസി ചിലർക്ക് ചിലപ്പോൾ പ്രശ്നം വരാം, ചിലപ്പോൾ വരാതിരിക്കാം. അത് ഓരോ ഓപ്പറേറ്റർക്ക് അനുസരിച്ച് വേരി ചെയ്യും എന്നുള്ളതാണ് ആർട്ടിക്കിളിലെല്ലാം പറയുന്നത്. ഞാനത് പേഴ്സണലി ഞാൻ യൂസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഞാനത് കണ്ടിട്ടില്ല, അതുകൊണ്ട് എനിക്ക് കൂടുതലിനെ പറ്റി അറിയില്ല. ഓക്കെ, ഓപ്പറേറ്റർ ബേസ്ഡ് ആണ് അതിന്റെ ആക്യുറസി എന്നുള്ളതാണ് എല്ലാ ആർട്ടിക്കിളിലും ഞാൻ വായിച്ചിട്ടുള്ളത്. നമുക്ക് വൈൻഡ് അപ്പ് ചെയ്തൂടെ? ഒരു മിനിറ്റ് ഓഫറിൽ കിട്ടാനുള്ളതുണ്ടോ? അപ്പൊ എങ്ങനെ നമ്മുടെ വെബിനാറിനോടനുബന്ധിച്ച് ഏതെങ്കിലും അപ്പെക്സ് ലൊക്കേറ്റർ ഓഫർ ആയിട്ട് കൊടുക്കുന്നുണ്ടോ? ആരും എനിക്ക് സ്പോൺസർ ഒന്നും ചെയ്യാത്തോണ്ട് അങ്ങനെ ഓഫർ ഒന്നും ഇല്ല. അല്ല, നമ്മളിപ്പോ ഇതിലുള്ള പാർട്ടിസിപ്പൻസിനുള്ള ആളുകൾക്ക് ഹാരിസ്
സ്റ്റക്കായോ? ഹലോ ഹാരിസ്, ഹലോ ഹാരിസ്, അരക്ക് വേണമെന്നുണ്ടെങ്കിൽ റഷീദ് തരാം. ഓക്കെ അല്ലേ? പിന്നെ ഈ ഒരു ഏറ്റവും കൂടുതൽ എന്റെ താങ്ക്സ് പറഞ്ഞോടാട്ടോ. അവിടെ ഉണ്ട് റാഷിദ്. ഇതാ ഇതിന്റെ ഫുൾ ഹെൽപ്പും ഈ സ്ലൈഡ് പ്രിപ്പയർ ചെയ്ത് കുറച്ചൊരു പിന്നെ കളർഫുൾ ആക്കാനൊക്കെ സഹായിച്ച റാഷിദാണ്. ഞാൻ സ്ലൈഡ് കംപ്ലീറ്റ് മൊബൈലിലായിരുന്നു പ്രിപ്പയർ ചെയ്തിരുന്നത്. ഇതിന് എല്ലാ ഹെൽപ്പും എനിക്ക് റാഷിദാണ് ചെയ്തത്. നമ്മളെ കൊണ്ടോട്ടിയുടെ എൻഡോണ്ടിസ് റാഷിദ്. ഓക്കെ, എല്ലാരും അവിടെ തന്നെയാണോ? അല്ല റാഷിദാണല്ലേ? ഞാനിപ്പോഴേ ഇവിടെ എത്തിയിട്ടുള്ളൂ. ഞാൻ ഇതുവരെ ഓക്കെ, നമ്മൾ സ്റ്റോപ്പ് ചെയ്യല്ലേ എന്നാ? ട്രാവൽ ചെയ്യായിരുന്നു, കാറിന്. വോട്ട് ഓഫ് താങ്ക്സിന് വോട്ട് ഓഫ് താങ്ക്സ്. ബാക്കി ഡൗട്ട്സ് നമുക്ക് ഗ്രൂപ്പിൽ ചോദിക്കാം. ഓക്കെ ഓക്കെ, ഗ്രൂപ്പിൽ ചോദിച്ചോളൂ. എനിക്ക് അറിയണ ഞാൻ പറയും, ബാക്കി ഞാൻ റെഫർ ചെയ്തിട്ട് പറഞ്ഞു. ഓക്കെ, എന്തായാലും വളരെ നല്ലൊരു പ്രസന്റേഷൻ ആയിരുന്നു. നമ്മൾ ബിയോണ്ട് അവർ എക്സ്പെക്ടേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഡബിള് വരുന്നുണ്ടല്ലേ സൗണ്ട്. അപ്പോ ഒരുപാട് പാർട്ടിസിപ്പൻസ് ഉണ്ടായിരുന്നു നമ്മുടെ ഈ വെബിനാറിന്. ഇതില് നമ്മുടെ കൊണ്ടോട്ടി ബ്രാഞ്ചിൽ നിന്ന് ഏതാണ്ട് 10ഓളം പേര് പങ്കെടുത്തു. ഇത് കൂടാതെ നമ്മുടെ തമശ്ശേരി ബ്രാഞ്ച്, അതുപോലെ മറ്റു ബ്രാഞ്ചുകളിൽ നിന്നുള്ള ആളുകളെല്ലാം ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും വളരെ നല്ലൊരു പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു. ഇതിനു വേണ്ടി ഇത്രയും ബുദ്ധിമുട്ടി മലബാർ ബ്രാഞ്ചിൽ നിന്നുണ്ട്. ഓക്കെ, തീർച്ചയായിട്ടും മലബാർ ബ്രാഞ്ചിൽ നിന്ന് ഇഷ്ടംപോലെ ആളുകളുണ്ട്. അപ്പൊ എല്ലാവർക്കും കൊണ്ടോട്ടി ഐഡിയയുടെ പേരിൽ സെക്രട്ടറി എന്നുള്ള നിലക്ക് ഞാൻ ഹാർദമായി നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ നൂറു ഇതിനുവേണ്ടി നല്ലോണം എന്താ പറയാ മെനക്കെട്ടിട്ടുണ്ട്. നൂറിന് പ്രത്യേക നന്ദി. അതുപോലെ തന്നെ നമ്മുടെ പ്രസിഡന്റ്, ബാക്കി ഐഡിയ കൊണ്ടോട്ടി എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ്, അതുപോലെ ഇതിനു വേണ്ടി റാഷിന് പ്രത്യേക നന്ദി അറിയുന്നു. എനിവേ, വൺസ് അഗൈൻ താങ്ക്സ് ടു ഓൾ. ബൈ. Okay. Over to President. Okay. This Zoom meeting is adjourned. Thank you all. ഇത് ഓഫാക്കല്ലേട്ടോ, അത് ഇതാവണ്ടേ, റെൻഡർ ചെയ്യാനോ? റെക്കോർഡിംഗ് വണ്ടി